എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക് ടേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന 10th പ്രിലിംസിൻ്റെ എക്സാം എഴുതുന്നവർക്കും അതുപോലെ തന്നെ LGSൻ്റെ എക്സാം എഴുതുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും ഈ അടുത്ത് നടന്ന പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്ത് എന്നോടൊപ്പം ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. ഓരോ ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മളൊരു 6 ക്ലാസ്സുകളോളം LGSനും 10th പ്രിലിംസിനും വേണ്ടിയിട്ട് റിവിഷൻ ക്ലാസ്സുകളായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഓൾറെഡി കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും ക്ലാസ് കാണാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ആ 6 ക്ലാസ്സുകളിൽ കിടപ്പുണ്ട്. ഈ അടുത്ത് നടന്ന പരീക്ഷകളിലൊക്കെ ചോദിച്ച ഏറ്റവും നല്ല ചോദ്യങ്ങളൊക്കെ ആ 6 ക്ലാസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പേനയും പേപ്പറും എടുത്ത് എന്നോടൊപ്പം പഠിക്കാനും ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഈ പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ ട്രിക് ടേണിൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ട്രിക് ടേൺ എന്നാണ് ആ ടെലിഗ്രാം ചാനലിൻ്റെ പേരും. നിങ്ങൾ ടെലിഗ്രാമിൽ മേളിൽ സെർച്ച് ചെയ്യുന്നിടത്ത് TRIG സ്പേസ് ഇട്ട് TURN എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുമല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അതുവഴിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ആ ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. അതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ റിവിഷൻ ക്ലാസ്സിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്: സംഭരണികളിൽ യഥാക്രമം 650 ലിറ്റർ 780 ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു. 2 സംഭരണികളെയും വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി ശേഷി എത്രയാണ് എന്നതാണ് ചോദ്യം. കുഞ്ഞുങ്ങളെ, ഇത്തരത്തിലുള്ളൊരു ചോദ്യം വന്നാൽ നിങ്ങൾ കണ്ണും പൂട്ടി അവരുടെ HCF എടുത്തോളുക, ഉസ്സാഹ എടുത്തോളുക. ഇത്തരത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഈ ചോദ്യത്തിൽ പറയുന്നത് എന്തുവാ? 2 പാത്രങ്ങളുണ്ട്. ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ 2 സംഭരണികളുണ്ട്. ഒരു സംഭരണിയിൽ 650 ലിറ്റർ വെള്ളം കൊള്ളും. വേറൊരു സംഭരണിയിൽ 780 ലിറ്റർ വെള്ളം കൊള്ളും. ഈ 650 ലിറ്ററും അളക്കണം, 780 ലിറ്ററും അളക്കണം. ഈ 2 ലിറ്ററും അളക്കാൻ കഴിയുന്ന വലിയൊരു സംഭരണിയുടെ അളവെത്ര എന്നതാണ് ചോദ്യം. മക്കളെ, അളക്കാൻ കഴിയുന്ന അളവ് പാത്രം, പിന്നെ അളവുകോല്, വലിയ അളവുകോല്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വരുമ്പോൾ നിങ്ങൾ ഇവരുടെ HCF എടുത്തോളുക. അങ്ങനെ പറയാൻ കാര്യം, മക്കളെ, 650 കൃത്യമായി അളക്കണം. അപ്പോൾ 650 അളക്കണമെങ്കിൽ 650 താഴെയുള്ള 650 ഏതെങ്കിലും ഒരു ഘടകമാവണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 650 ലിറ്റർ അളക്കാൻ ഏതെങ്കിലും ഒരുത്തൻ 1000 ലിറ്ററും കൊണ്ട്, അതായത് വേറെ ഏതെങ്കിലും ഒരു ഗുണിതങ്ങൾ കൊണ്ട് വരുമോ? 650 1000 ഗുണിതമല്ല, എന്നാലും വേറെ ഏതെങ്കിലും ഗുണിതങ്ങൾ കൊണ്ട് വരുമോ? ഇല്ല. 650 ലിറ്റർ അളക്കണമെങ്കിൽ 650 താഴെയുള്ള ഏതെങ്കിലും ഒരു ഘടകമായിരിക്കണം. 780 അളക്കണമെങ്കിൽ 780 താഴെയുള്ള ഏതെങ്കിലും ഒരു അളവ് പാത്രം കൊണ്ട് വരണം. ഇത് രണ്ടും വരണമെങ്കിൽ ഇവരുടെ ഘടകമാകണം. 650 780 ഘടകമാകണം. ഘടകം എന്ന് പറഞ്ഞാൽ ഉസ്സാഹയല്ലേ? ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഉസ്സാഹയല്ലേ? അപ്പോൾ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേ, ഇത്തരത്തിലുള്ള ചോദ്യം, വലിയ അളവുകോൽ എത്ര, 2 അളവ് തന്നിട്ട് ഈ അളവിനെ അളക്കാൻ കഴിയുന്ന വലിയ സ്കെയിലിൻ്റെ അളവെത്ര, അളവുകോൽ എത്ര, അളവ് പാത്രത്തിൻ്റെ അളവെത്ര, ഇവിടെ ഇത് അളക്കാൻ കഴിയുന്ന വലിയ ജലസംഭരണിയുടെ അളവെത്ര, ഇങ്ങനൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇവരുടെ HCF എടുക്കുക. മക്കളെ, 650 780 HCF എടുക്കുമ്പോൾ
650നെയും 780നെയും നമുക്ക് ഏത് സംഖ്യ കൊണ്ടുപോകും? ചിലർ ചിന്തിക്കും പ്രൈം നമ്പർ ഉപയോഗിക്കണം. അങ്ങനൊന്നുമില്ല, ഏത് സംഖ്യ കൊണ്ടുപോകും? പെട്ടെന്ന് എനിക്കറിയാം 130 നിങ്ങൾ പലർക്കും അറിയാം. പാട്ടവർ എന്തെങ്കിലും ആയിക്കോട്ടെ. ചിലർ 2 ചിന്തിക്കും, ചിലർ 5 ചിന്തിക്കും. ഞാൻ ഒരൊറ്റയടിക്ക് 10 ചിന്തിക്കും. കാര്യം 2 സംഖ്യകളെയും 10 കൊണ്ട് ഹരിക്കാം. 650നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 65, 780നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 78. കാര്യം 2ന്റെ അറ്റത്ത് 0 ഉണ്ട്. 2 പ്രാവശ്യം 2 കൊണ്ടും 5 കൊണ്ടും ചെയ്ത് വന്നാലും മതി. പിന്നെ പെട്ടെന്ന് വെട്ടിയാൽ പെട്ടെന്ന് കാര്യം നടക്കും. ഇനി ഈ 65ഉം 78ഉം ഒരുമിച്ച് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഉണ്ടോ? ഉണ്ട്. 13 കൊണ്ട് ഹരിക്കാം. 13 കൊണ്ട് ഹരിക്കാം. ആലോചിച്ച് നോക്ക്. 13 5 65, 13 6 78. ഇനി ഈ 2 സംഖ്യകളെയും ഒരുമിച്ച് പറ്റത്തില്ല. LCM ആയിരുന്നെങ്കിൽ നമ്മൾ ഓരോ സംഖ്യകളെ ഹരിച്ച് നോക്കും. HCF ഇതില്ല. HCF ഈ 2 സംഖ്യകളെയും ഒരുമിച്ച് പറ്റുകയില്ല. പറ്റുവോ? ഇല്ല. HCF എപ്പോ ഒരുമിച്ച് പറ്റുമോ അവിടെ വരെ. ഇവിടെ ഇത് 2 പറ്റൂ. അപ്പൊ പരിപാടി കഴിഞ്ഞു. HCF എന്ന് പറഞ്ഞാൽ 10 × 13 130 ലിറ്റർ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. 130 ലിറ്റർ. കാര്യം ആദ്യം 10 കൊണ്ട് പിന്നെ 13 കൊണ്ട്. പിന്നെ 2 ഒരുമിച്ച് പറ്റത്തില്ല. ഒരുമിച്ച് എപ്പോൾ പറ്റത്തില്ലയോ അവിടെ വെച്ച് നിർത്തിക്കോണം. 10 × 13 HCF 130 ലിറ്റർ ആണ്. 130 ലിറ്റർ ആണ് ജലസംഭരണിയുടെ പരമാവധി അളവ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. വീണ്ടും നിങ്ങളോട് ഓർപ്പിക്കുന്നു, ഏറ്റവും വലിയ അളവുകോല്, ഏറ്റവും വലിയ അളവ് പാത്രം ഇത്തരത്തിലൊക്കെയുള്ള ചോദ്യമാണെങ്കിൽ നിങ്ങൾ അവരുടെ HCF എടുത്തോളൂ. 1/1 × 2 പ്ലസ് 1/2 × 3 പ്ലസ് 1/3 × 4 എത്രയാണ് എന്നതാണ് ചോദ്യം. ഈ അടുത്ത് നടന്ന പരീക്ഷയ്ക്ക് വന്നതാണ്. ഇത് നോർമൽ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. കാര്യം 1/1 × 2 എന്ന് പറഞ്ഞാൽ 2 ആണ്, പ്ലസ് 1/2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണ്, പ്ലസ് 1/3 × 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. ഇതൊക്കെയാണ്. അപ്പോൾ 1 × 2 2 എന്ന് എഴുതി, 2 × 3 6 എന്ന് എഴുതി, 3 × 4 12 എന്ന് എഴുതി. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ LCM ഒക്കെ എടുത്ത് ചെയ്താലും 100% ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. 12 ആണ് ഇവരുടെ LCM. LCM ഒക്കെ എടുത്ത് നമ്മൾ സാധാരണ ഭിന്നസംഖ്യകൾ കൂട്ടുന്ന പോലെ ചെയ്താലും 100% കിട്ടും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം കഴിഞ്ഞ 2 കൊല്ലമായിട്ട് പല പരീക്ഷകളിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഈവൻ ഡിഗ്രി ലെവൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ. ഈ പാറ്റേൺ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. മേളിലെല്ലാം 1 ആണ്, കണ്ടോ? ഇനി താഴെ 1ന്റെ ഗ്യാപ്പിൽ ഗുണിച്ച് പോയേക്കുക. 1 × 2, 2ൽ തുടങ്ങി 2 × 3, 3ൽ തുടങ്ങി 3 × 4. ഇനി അടുത്തതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ 4ൽ തുടങ്ങി 4 × 5. അതായത് 1ന്റെ ഗ്യാപ്പിൽ ഗുണിച്ചു പോകും. 1ൽ തന്നെ താഴെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. മേളിലെല്ലാം 1 ആണ്, താഴെ 1ൽ തുടങ്ങണമെന്നില്ല. പക്ഷെ 1ന്റെ ഗ്യാപ്പാ. 1 × 2, പിന്നെ 2 × 3, പിന്നെ 3 × 4. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ 1/ ചെറിയ ഛേദം മൈനസ് 1/ വലിയ ഛേദം. ഒന്നുകൂടെ പറയുന്നു, നോട്ടിൽ എഴുതി വെക്കുക. 1/ ചെറിയ ഛേദം മൈനസ് 1/ വലിയ ഛേദം. ഒന്നുകൂടെ പറയുന്നു, 1/ ചെറിയ ഛേദം മൈനസ് 1/ വലിയ ഛേദം. അപ്പൊ മക്കളെ, ഈ കൂട്ടത്തിലെ ചെറിയ ഛേദം ആരാ? ഈ താഴെ നോക്കുമ്പോൾ ചെറിയ ഛേദം എന്ന് പറഞ്ഞാൽ ഇതിനകത്തിൽ 1 ആണ്. വലിയ ഛേദം എന്ന് പറയുന്നത് ഇതിനകത്ത് 4 ആണ്. 1/ സ്മോൾ ഡിനോമിനേറ്റർ മൈനസ് 1/ ലാർജ് ഡിനോമിനേറ്റർ. അപ്പൊ ഈ കൂട്ടത്തിൽ ഛേദം താഴത്തെ ആളുകൾ ചെറുതൊന്നും വലുത് 4 ആണ്. ഓക്കെ ആണ്. ഇനി 1/ ചെറിയ ഛേദം 1 മൈനസ് 1/ വലിയ ഛേദം മക്കളെ 4. ഇനി ഇതൊന്ന് ക്രോസ് ചെയ്ത് നോക്കിക്കേ. 4 1 4 മൈനസ് ഇട്ടു ഇടക്കത്തെ. 1 1 1 ഡിവൈഡഡ് ബൈ 4 1 4. 4ൽ നിന്ന് 1 പോയി 3. 3/4 നമ്മുടെ ഉത്തരമായി വരിക. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. കണ്ടോ? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വന്നാൽ 1/ ചെറിയ ഛേദം 1/1 മൈനസ് 1/ വലിയ ഛേദം 1/4. 1/1ൽ നിന്ന് 1/4 കുറച്ചു നോക്കാം. ക്രോസ് ചെയ്തു 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 3/4 ഉത്തരമായി വരിക.
അടുത്ത ഇതേ പാറ്റേണിലുള്ള ഒരു 2 ചോദ്യം കൂടെ ഞാൻ കാണിക്കാം. 1/1 × 2 പ്ലസ് 1/2 × 3 പ്ലസ് അടുത്ത വരുന്ന എന്തുമായിരിക്കും 1/3 × 4 പ്ലസ് 1/4 × 5 പ്ലസ് അങ്ങനെ പോയി 1/99 × 100 99 × 100. അപ്പോൾ നമ്മുടെ പാറ്റേൺ ആണ്. മേളിലെല്ലാം 1 ആണ്, താഴെ എവിടുന്ന് വേണേ തുടങ്ങിക്കോട്ടെ, പക്ഷെ 1ന്റെ ഗ്യാപ്പിലാണ് പോകുന്നത്. 1 × 2 1ന്റെ ഗ്യാപ്പ്, 2 × 3 1ന്റെ ഗ്യാപ്പ്, 3 × 4 കണ്ടോ, ഒരു നമ്പറിന്റെ വ്യത്യാസത്തിലാണ് പോകുന്നത്. 1 × 2 2 × 3 അങ്ങനെയാണ്. 1 ചെറിയ ഛേദം, ഇവിടെ ചെറിയ ഛേദം 1 മൈനസ് 1 വലിയ ഛേദം 100 1/1 മൈനസ് 1/100. ഇത് ക്രോസ് ചെയ്താൽ നമുക്കറിയാം 100 × 1 100 മൈനസ് ഇനി 1 × 1 ഡിവൈഡഡ് ബൈ 1 100 100. 100ൽ നിന്ന് 1 പോയാൽ 99 99/100 ആണ് നമ്മുടെ ഉത്തരമായി വരിക. സെറ്റാണ്, മുമ്പോട്ട് പോവാം. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോണം. ഈ ചോദ്യം ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. 1/2 × 3 പ്ലസ് 1/3 × 4 പ്ലസ് 1/4 × 5 ഇങ്ങനെ പോയി 1/50 × 51. അപ്പോൾ നമ്മുടെ പാറ്റേണിലാണ്. മേളിൽ എല്ലായിടത്തും 1 ആണ്, സത്യമാണ്. താഴെ ഓരോന്നിൻ്റെ ഗ്യാപ്പിൽ പോവുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു 1ൽ തന്നെ തുടങ്ങണമെന്നില്ല താഴെ, പക്ഷെ മേളിൽ എപ്പോഴും 1 വരണം. 1/2 × 3 പിന്നെ 3 × 4 പിന്നെ 4 × 5 പിന്നെ 5 × 6 അങ്ങനെ 50 × 51. നിങ്ങളോട് പറഞ്ഞു 1 ചെറിയ ഛേദം 2 മൈനസ് 1 വലിയ ഛേദം 51. 1 ചെറിയ ഛേദം 2 മൈനസ് 1 വലിയ ഛേദം 51. ഓക്കെ, ഇനി ഇത് ക്രോസ് ചെയ്യുമ്പോൾ 1 ഉം 51 ഉം 51 ആണ്. ഇടയ്ക്കത്തെ മൈനസ് ഇട്ടു. 1ഉം 2ഉം മക്കളെ 2 ആണ്. ഡിവൈഡഡ് ബൈ 2ഉം 51ഉം നമുക്കറിയാം 102 ആണ്. 51ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ നമുക്കറിയാം 49 ആണ്. 49/102 ആണ് ഉത്തരമായി വരിക. ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ അടുത്ത് നടന്ന 2023 നടന്ന ഒരു LGS ലെവലല്ല, എക്സൈസ് ഇൻസ്പെക്ടറുടെ പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണിത്. കണ്ടോ, 1/2 × 4 പ്ലസ് 1/4 × 6 പ്ലസ് 1/6 × 8 പ്ലസ് 1/98 × 100. കണ്ടോ, അപ്പൊ ഈ ചോദ്യത്തിൽ എന്തുവാ വന്നേ? മേളിലെല്ലാം 1, പക്ഷെ താഴെ നൈസായിട്ട് പാളിയിട്ടുണ്ട്. 1ന്റെ ഗ്യാപ്പല്ല, 2ന്റെ ഗ്യാപ്പ്. ആലോചിച്ച് നോക്ക്. 2 × 4 4 × 6 6 × 8 8 × 10 അങ്ങനെ പോകുന്നത്. 2ന്റെ ഗ്യാപ്പ്. അപ്പൊ മക്കളെ, 2ന്റെ ഗ്യാപ്പ് ആണെങ്കിലും നിങ്ങളൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ, നന്നായിട്ട് മനസ്സിലാക്കുക. പഴയ പോലെ തന്നെ എഴുതുക. 1 ചെറിയ ഛേദം 2 മൈനസ് 1 വലിയ ഛേദം മക്കളെ 100. 1 ചെറിയ ഛേദം മൈനസ് 1 വലിയ ഛേദം എടുത്തു. കുഴപ്പമുണ്ടോ? ഇനി ഇവിടെ താഴെ 2ന്റെ ഗ്യാപ്പ് ആയതുകൊണ്ട് ഈ കിട്ടുന്നതിനെ ഒരു 1/2 കൊണ്ട് ഗുണിക്കണം. ഈ കിട്ടുന്നതിനെ ഒരു 1/2 കൊണ്ട് ഗുണിക്കണം. ഇപ്പോൾ ഓക്കെ ആയി. അങ്ങനെയാണ് താഴെ 3ന്റെ ഗ്യാപ്പ് ആയിരുന്നേലോ, ഈ കിട്ടുന്നതിനെ ഒരു 1/3 കൊണ്ട് ഗുണിക്കണം. 4ന്റെ ഗ്യാപ്പ് ആയിരുന്നേലോ, ഈ കിട്ടുന്നതിനെ ഒരു 1/4 കൊണ്ട് ഗുണിക്കണം. 5ന്റെ ഗ്യാപ്പ് ആയിരുന്നേലോ, ഈ കിട്ടുന്നതിനെ എല്ലാം 1/5 കൊണ്ട് ഗുണിക്കണം. എങ്ങനുണ്ട്? അപ്പൊ നിങ്ങൾ കുറച്ചു പേര് മുമ്പേ ചിന്തിക്കും, മറ്റേ 1ന്റെ ഗ്യാപ്പ് ആകുമ്പോൾ എന്താ ഗുണിക്കാഞ്ഞ്? 1ന്റെ ഗ്യാപ്പ് ആകുമ്പോൾ 1/1 കൊണ്ട് ഗുണിക്കണം. 1/1 എന്ന് പറഞ്ഞാൽ 1 കൊണ്ട് ഗുണിച്ചാൽ അത് തന്നെയല്ല കിട്ടുക. അപ്പൊ ഞാനിവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ 2ന്റെ ഗ്യാപ്പാണ് എല്ലായിടത്തും, അതുകൊണ്ട് ഒരു 1/2 കോമൺ എടുത്തു. എന്നിട്ട് ബാക്കി പഴയ പോലെ 1 ചെറിയ ഛേദം മൈനസ് 1 വലിയ ഛേദം. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം മേളിലെല്ലാം 1 ആണ്, താഴെ ഒരു സംഖ്യ 2 × 4 4 × 6 6 × 8 ഇങ്ങനെ പോവുകയാണെങ്കിൽ 1 ചെറിയ ഛേദം മൈനസ് 1 വലിയ ഛേദം
മക്കളെ ഒന്നിൻ്റെ ഗ്യാപ്പാണ്, ഒന്നും ചെയ്യണ്ട. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ എല്ലായിടത്തും 2ന്റെ ഗ്യാപ്പ് ഉണ്ട്. 4, 6, 6, 8 2ന്റെ ഗ്യാപ്പ് ആയതുകൊണ്ട് ഈ കിട്ടുന്നതിനെ ഒരു 1/2 കൊണ്ടും കൂടെ ഗുണിച്ചോളൂ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഞാൻ ആദ്യം വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഈ ബ്രാക്കറ്റിലുള്ളത് ആദ്യം അങ്ങ് ചെയ്യാം. 1/2 മൈനസ് 1/100. ഇത് ക്രോസ് ചെയ്തപ്പോൾ 100 മൈനസ് ഇത് ക്രോസ് ചെയ്തപ്പോൾ 2. 2ഉം 100ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മക്കളെ 200. 100ൽ നിന്ന് 2 പോയാൽ 98/200 വന്നു 100ൽ നിന്ന്. ഇനി 98ഉം 200ഉം വെട്ടിക്കളയുമ്പോൾ 49/100 വന്നു. അപ്പൊ ഈ സാധനം ഇങ്ങനെ വന്നു, 1/2 ഇൻറ്റു 49/100 എന്ന് വന്നു. ഓക്കെ ആണ്, മുമ്പോട്ട് വാ. 1/2 ഇൻറ്റു 49/100. ഇനി നമുക്ക് ഈ സാധനം നമുക്ക് കിട്ടി 49/100. 49/100 കിട്ടി. ഇനി വെട്ടാനായിട്ട് 1/2 ഇൻറ്റു 49/100. ഇനി ഇവിടെയും നിങ്ങൾ നോക്കിയാൽ വെട്ടാനായിട്ട് ആരുമില്ല, 2ഉം 49 വെട്ടാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഉത്തരം 49/2ഉം 100 ഗുണിച്ച് 200. 49/200 ആണ് ഇവിടെ നമുക്ക് ഉത്തരമായി വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. 2ന്റെ ഗ്യാപ്പ് ആയതുകൊണ്ട് മാത്രം 1/2 ഇൻറ്റു 1/, ചെറിയ ഛേദം മൈനസ് 1/, വലിയ ഛേദം. സെയിം പരിപാടി തന്നെ, 1/, ചെറിയ ഛേദം മൈനസ് 1/, വലിയ ഛേദം. 2ന്റെ ഗ്യാപ്പ് ആയതുകൊണ്ട് 1/2 ഗുണിക്കുക. 3ന്റെ ഗ്യാപ്പ് ആയിരുന്നേ 1/3 ഗുണിക്കുക. 4ന്റെ ഗ്യാപ്പ് ആയിരുന്നേ 1/4 ഗുണിക്കുക. 5ന്റെ ഗ്യാപ്പാണ് 1/5 ഗുണിക്കുക. അപ്പൊ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ 100 മൈനസ് 2 ഡിവൈഡഡ് ബൈ 200. 98/200 വന്നു. അത് 2 കൊണ്ട് വെട്ടിക്കളയുമ്പോൾ 49/100 വന്നു. ഇനി 1/2 ഇൻറ്റു 49/100 ആണ്. അത് തമ്മിൽ വെട്ടാനൊന്നും ഇല്ലാത്തത് കൊണ്ട് 49/200 ആണ്. സെറ്റാണ്, മുമ്പോട്ട് പോകാം. അടുത്ത് 0.12 ഡിവൈഡഡ് ബൈ 0.3 ഇൻറ്റു 0.4 ഡിവൈഡഡ് ബൈ 0.2 ഇൻറ്റു 0.6 ഡിവൈഡഡ് ബൈ 0.4ന്റെ വില എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, ഇത്തരത്തിലുള്ള ചോദ്യം ഞാൻ ഇതിനു മുമ്പുള്ള റിവിഷൻ ക്ലാസ്സുകളിലും ചെയ്യിപ്പിച്ചതാണ്. ഇതിൻ്റെ ഇടയിൽ പ്ലസ്സോ മൈനസോ ഒന്നുമില്ല. പോയിന്റ് വരുന്ന സംഖ്യയുടെ ഇൻറ്റൂൺ ഡിവിഷനും മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ പോയിന്റ് ഇല്ലാതെ ഇവരെ അങ്ങ് എഴുതുക. നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇതിനകത്ത് ഇൻറ്റൂൺ ഡിവിഷനും മാത്രമേ ഉള്ളൂ. ഈ 0.12നെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 12 ബൈ 0.3നെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 3 ഇൻറ്റു 0.4നെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 4 0.2നെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 2 ഇൻറ്റു 0.6നെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 6 0.4നെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 4. ഓക്കെ ആണോ? നിങ്ങൾ ആദ്യം പോയിന്റ് ഇല്ലാതെ പോയിന്റ് മാറ്റി ഇവരെ എഴുതുക. ഇനി നിങ്ങൾ നോക്കുക, ഇവരുടെ അംശത്തിൽ, അതായത് മേൽഭാഗത്തിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 1, 2, 3, 4 സ്ഥാനം. മക്കളെ, ഇവരുടെ മേൽഭാഗത്തിൽ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനമുണ്ട്. ഇനി ഇവരുടെ താഴ്ഭാഗത്ത് പോയിന്റ് കഴിഞ്ഞ് 1, 2, 3 സ്ഥാനം. അപ്പൊ മക്കളെ, മുകളിൽ പോയിന്റ് കഴിഞ്ഞ് മൊത്തം 4 സ്ഥാനമുണ്ട്. താഴെ പോയിന്റ് കഴിഞ്ഞ് മക്കളെ 3 സ്ഥാനമേ ഉള്ളൂ. എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, എവിടാണോ കുറവ് അവിടെ കൊടുക്കണം. മേളിൽ 4 സ്ഥാനം, താഴെ 3 സ്ഥാനം. നിങ്ങൾ പറ, എവിടാ കുറവ്? വലിയ സംഖ്യയോ ചെറിയ സംഖ്യയോ ഒന്നുമല്ല. പോയിന്റ് കഴിഞ്ഞ് മുകളിൽ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം, താഴെ 3 സ്ഥാനം. എടാ മോനെ, താഴത്തുകാർക്ക് 1 സ്ഥാനത്തിൻ്റെ കുറവുണ്ട്. സത്യം, താഴത്തുകാർ പാവങ്ങളാ, അവർക്ക് 1 സ്ഥാനത്തിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് താഴെ 1/10 കൂടെ എവിടെങ്കിലും കൊടുത്തോളൂ. എടാ, 1 സ്ഥാനത്തിൻ്റെ കുറവുണ്ട് ഇൻറ്റു 10, 2 സ്ഥാനത്തിൻ്റെ കുറവുണ്ട് ഇൻറ്റു 100, 3 സ്ഥാനത്തിൻ്റെ കുറവുണ്ട് ഇൻറ്റു 1000, 4 സ്ഥാനത്തിൻ്റെ കുറവുണ്ട് ഇൻറ്റു 10000. ഇങ്ങനെ പോകും. ഒന്നെഴുതി എത്ര പൂജ്യം അതിന് കുറവിനനുസരിച്ച്. ഓക്കെ. അപ്പം മേളിൽ 4 സ്ഥാനം, താഴെ 3 സ്ഥാനം. താഴെ 1 സ്ഥാനത്തിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഇൻറ്റു 10. മേളിൽ ഇപ്പം തിരിഞ്ഞായിരുന്നെങ്കിൽ മേളിൽ 3 താഴെ 4 ആയിരുന്നെങ്കിൽ മേളിൽ 1 സ്ഥാനത്തിൻ്റെ കുറവ് വന്നു, മേളിൽ നമ്മൾ 10 കൊടുത്തേനെ.
എവിടാണോ കുറവ് അവിടെ കൊടുക്കുക. മേളിൽ 4, താഴെ 3. താഴത്തുകാർക്ക് ഒരു സ്ഥാനത്തിൻ്റെ കുറവുണ്ട്, പാവം, അവർക്കൊരു 10 കൊടുത്ത് എവിടെയെങ്കിലും. ഇനി ഇത് നോർമലായി അങ്ങ് ചെയ്താൽ മതി, നമ്മുടെ ഉത്തരവായിക്കോളും. അപ്പം കഴിവതും ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ അടിയിൽ 10, 100, 1000 വന്നാൽ അവരെ വെട്ടി നശിപ്പിക്കാനായിട്ട് നിൽക്കരുത്. അവർ പൊന്മുട്ട ഇടുന്ന താറാവ, അവരെ അവിടെ നിർത്തുക. ഓക്കെ, 0 വല്ലോ മേളിലും ഉണ്ട് പെട്ട, അല്ലേ പോണ്ട്. നമുക്ക് 3 കൊണ്ട് ഇവരെ വെട്ടാം. 3ഉം 12 കൂടെ വെട്ടിയാൽ ഈ സാധനം 4 ആവും. ആലോചിച്ച് നോക്ക്. ഒരു 3, 3, 4, 3, 12. 2ഉം 4 കൂടെ വെട്ടിയ മേളിൽ 2 ആവും. ഓക്കെ, താഴെയും മേളിലും ഒരു 4 അതുപോലെ വന്നിട്ടുണ്ട്. ഇനി വെട്ടാനായിട്ട് വേണമെങ്കിൽ 10നെയൊക്കെ വെട്ടാം, 10 അവിടെ നിൽക്കട്ടെ. ബാക്കി മേളിൽ 2ഉം 6ഉം ഉണ്ട്. 2ഉം 6ഉം കൂടെ ഗുണിക്കുമ്പോൾ 12. അടിയിലൊരു 10ഉം കിടപ്പുണ്ട്. എടാ മക്കളെ, ഏതെങ്കിലും ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ നമ്മൾ പഠിച്ചു, ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു, 1.2. ഇനി 100 കൊണ്ടായിരുന്നെങ്കിൽ 2 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടും. 1000 കൊണ്ടാണ് 3 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടും. ഇവിടെ 10 കൊണ്ടാണ് ഒരു സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടുന്നു. നമുക്ക് പറയാം 1.2. ഓക്കെ ആണോ? അപ്പൊ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. പോയിന്റ് ഇല്ലാതെ ഇവരെ എഴുതി. ഇനി മേളിൽ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം, താഴെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം. താഴത്തുകാർക്ക് പാവങ്ങളാടെ, അവർക്ക് ഒരു സ്ഥാനത്തിന്റെ കുറവുണ്ട്, അതുകൊണ്ട് താഴെ 10 കൊടുത്തു. വെട്ടി 3ഉം 12 കൂടെ വെട്ടിയപ്പോൾ 4 വന്നു. താഴെയും ഒരു 4, ആ 4 ക്യാൻസൽ ചെയ്യാം. 2ഉം 4 കൂടെ വെട്ടുമ്പോൾ മേളിൽ 2 വന്നു. 6 × 2 12, 12/10. ഏതെങ്കിലും ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ടു, 1.2. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഒരു തൊഴിലാളിയുടെ 5 ദിവസത്തെ കൂലി 800, 760, 780, 750, 720 രൂപ എന്നിങ്ങനെയാണ്. അപ്പോൾ ഒരു തൊഴിലാളി 5 ദിവസം പണിക്ക് പോയി. അയാൾക്ക് ആദ്യത്തെ ദിവസം 800 കിട്ടി, രണ്ടാമത്തെ ദിവസം 760, പിന്നെ 780, 750, 720. ഇങ്ങനെ 5 ദിവസം കൂലി കിട്ടി. 6 ദിവസത്തെ ശരാശരി കൂലി 775 രൂപയായാൽ 6-ാം ദിവസത്തെ കൂലി എത്ര എന്നതാണ് ചോദ്യം. നമ്മളോട് പറയുന്നു 6 ദിവസം കൊണ്ട് അവനു കിട്ടിയ ശരാശരി 775 രൂപയാണ്. എങ്കിൽ 6-ാം ദിവസം അവൻ്റെ കൂലി എത്ര എന്നതാണ് ചോദ്യം. അപ്പോൾ 5 ദിവസത്തെ കൂലി നമ്മുടെ കയ്യിലുണ്ട്, തന്നിട്ടുണ്ട്. പിന്നെ 6 ദിവസം കൊണ്ട് ശരാശരി ഇത്രയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ 6-ാം ദിവസം കൂലി എത്ര കിട്ടി എന്നതാണ് ചോദ്യം. അപ്പം നമ്മൾ ആദ്യം 6 ദിവസത്തെ അവൻ്റെ ശരാശരി 775 എന്ന് പറയുന്നു. എങ്കിൽ 6 ദിവസം കൊണ്ട് അവന് കിട്ടിയ മുഴുവൻ തുക എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. 6 × 775 ചെയ്താൽ നമുക്ക് 4650 എന്ന് കിട്ടും. അപ്പോൾ 6 ദിവസം കൊണ്ട് അവന് കിട്ടിയ മുഴുവൻ കൂലി മക്കളെ 4650. അതെങ്ങനെയാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ എണ്ണം 6 ദിവസം, ശരാശരി 775. എണ്ണം ഗുണം ശരാശരി ചെയ്താൽ നമുക്ക് മുഴുവൻ കിട്ടിയ തുക കിട്ടും. എണ്ണം 6, ശരാശരി 775. മക്കളെ, എണ്ണം ഗുണം ശരാശരിയാണ് മുഴുവൻ തുക. എണ്ണം ഗുണം ശരാശരി ചെയ്തു 4650. അപ്പോൾ 6 ദിവസം കൊണ്ട് അവന് കിട്ടിയ മുഴുവൻ തുക 4650 രൂപയാണ്. ഓക്കെ, ഇനി അതിൽ 1-ാം ദിവസം 800 കിട്ടി, 2-ാം ദിവസം 760 കിട്ടി, 3-ാം ദിവസം 780 കിട്ടി, 4-ാം ദിവസം 750 കിട്ടി, 5-ാം ദിവസം 720 കിട്ടി. ഇതാണ് 5 ദിവസം അവന് കിട്ടിയത്. ഇതെല്ലാം കൂടെ കൂട്ടിയ 5 ദിവസം കൊണ്ട് മുഴുവൻ അവൻ എത്ര കിട്ടി എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്ക്. 700 4 ആകുമ്പോൾ തന്നെ 2800 ആയി. പിന്നെ ഒരു 800 കൂടെ ആകുമ്പോൾ 3600, 3660, 3740, 3790, 3810. ഇതെല്ലാം കൂടെ കൂട്ടിയ നമുക്ക് മനസ്സിലാവും 5 ദിവസം കൊണ്ട് ഇവന് കിട്ടിയത് 3810 ആണ്. 6 ദിവസം കൊണ്ട് 4650 രൂപ കിട്ടി.
5 ദിവസം കൊണ്ട് 3810 കിട്ടി. അങ്ങനെയാണ് 6-ാം ദിവസം ഇവൻ എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ 4650 നിന്ന് 3810 കുറച്ചു നോക്കൂ. നമ്മുടെ ഉത്തരം 840 ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. പക്ക ക്ലിയർ ആണ്, മുമ്പോട്ട് പോകാം. ആത്മാർത്ഥമായിട്ട് ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. 6 ദിവസം കൊണ്ട് ഇവന് കിട്ടിയ ശരാശരി 775. അപ്പോൾ 6 ദിവസത്തെ അവന്റെ തുക എത്രയെന്ന് ചോദിച്ചാൽ എണ്ണം 6 ശരാശരി 775, എണ്ണം ഗുണം ശരാശരി 6 ദിവസത്തെ അവന്റെ തുക 4650. അതില് 1, 2, 3, 4, 5 5 ദിവസം കൊണ്ട് അവൻ ഇത്ര കിട്ടി. അപ്പൊ 5 ദിവസം കൊണ്ട് അവന് കിട്ടിയത് 3810. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 6 ദിവസം കൊണ്ട് 4650, 5 ദിവസം കൊണ്ട് 3810. അങ്ങനെയാണെങ്കിൽ 6-ാം ദിവസം എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ 4650. 6 ദിവസത്തേതിൽ നിന്ന് 5 ദിവസം കിട്ടിയ 3810 കുറച്ച് 840. ഇതേപോലെ സ്ഥിരമായി കാണുന്ന വേറൊരു ചോദ്യം കൂടെ ഞാൻ പറയാം. 20, 22, കെ 18. ഇവരുടെ ശരാശരി 25 ആണെങ്കിൽ കെയുടെ വില എത്ര? ചോദ്യം ഒന്നുകൂടെ. 20, 22, കെ 18. 4 സംഖ്യകളുണ്ട്. 20 ഒരു സംഖ്യ, 22 ഒരു സംഖ്യ, കെ ഒരു സംഖ്യ, 18 ഒരു സംഖ്യ. ഈ 4 സംഖ്യകളുടെ ശരാശരി 25 എങ്കിൽ കെയുടെ വില എത്ര? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 4 സംഖ്യകളുടെ ശരാശരി 25 ആണെങ്കിൽ 4 സംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ 4 ഗുണം 25 100 എന്ന് മനസ്സിലാവും. മക്കളെ, കെ ഉൾപ്പെടെ 4 സംഖ്യകളുണ്ട്. ആ 4 സംഖ്യകളുടെ ശരാശരി 25 ആണെങ്കിൽ 4 സംഖ്യകളുടെ തുക കാണാൻ എണ്ണം 4 സംഖ്യ, എണ്ണം ഗുണം ശരാശരി ചെയ്തു 100. അപ്പൊ കെ ഉൾപ്പെടെ 4 സംഖ്യകളുടെ തുക 100. കെ ഒഴികെ ബാക്കി തുക കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എളുപ്പമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. കെ ഒഴികെ ബാക്കി 20ഉം 22ഉം 18 കൂടെ കൂട്ടുക. 20ഉം 22 കൂടെ കൂട്ടുമ്പോൾ 42. 42ഉം 18 കൂടെ കൂട്ടുമ്പോൾ 60. അപ്പൊ കെ ഒഴികെ ബാക്കി സംഖ്യകളുടെ തുക 60. 4 സംഖ്യകളുടെ തുക 100. കെ ഒഴികെ ബാക്കിയുള്ള സംഖ്യകളുടെ തുക 60. മൊത്തം 100. അതിൽ കെ മാറ്റി നിർത്തിയ 60. അപ്പൊ കെ എത്രയാണെന്ന് ചോദിച്ചാൽ 100ൽ നിന്ന് 60 പോയിട്ട് 40 എന്ന് മനസ്സിലാവും. ഇങ്ങനെയും ചോദ്യം ശരാശരിയിൽ റെഗുലറായി വരാറുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അവയുടെ നമ്പർ പ്രകാരം അർത്ഥവത്തായി ക്രമീകരിച്ചാൽ യോജിച്ചതേത് എന്നതാണ് ചോദ്യം. അതായത് ഈ 4 സാധനങ്ങളെ അർത്ഥവത്തായി ക്രമീകരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. രേഖ എന്ന് പറഞ്ഞ വരയാണ്. കോണ് മലയാളത്തിൽ ആംഗിൾ എന്ന് പറയും. ബിന്ദു എന്ന് പറഞ്ഞാൽ പോയിന്റാണ്. ത്രികോണം. ഈ 4 പേരെ എങ്ങനെ അർത്ഥവത്തായി ക്രമീകരിക്കാം, ഓർഡറായി ക്രമീകരിക്കാം? മക്കളെ, നമുക്കറിയാം ബിന്ദുവാണ് ആദ്യം ഉണ്ടാവുക. ബിന്ദു അതായത് 2 ബിന്ദുക്കൾ ചേരുമ്പോൾ അല്ലെങ്കിൽ 2 ബിന്ദുക്കൾ യോജിപ്പിക്കുമ്പോഴാണ് വരയാവുന്നത്. ബിന്ദുക്കൾ യോജിപ്പിക്കുമ്പോഴാണ് വരയാവുന്നത്. വര എന്ന് പറഞ്ഞ രേഖ. അപ്പൊ ആദ്യം ബിന്ദു ഉണ്ടായി, ആ ബിന്ദു യോജിപ്പിച്ച് രേഖയായി. ഇനി 2 രേഖകൾ കൂട്ടിമുട്ടുമ്പോൾ ആംഗിൾ ഉണ്ടാവും, കോണുണ്ടാവും. 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ആണ്. ഇനി ആ കോണുകൾ 3 കോണുകൾ ചേർത്ത് വെക്കുമ്പോൾ ത്രികോണമുണ്ടാവും. അപ്പൊ അർത്ഥവത്തായി നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പൊ ആദ്യം ഉണ്ടായത് പോയിന്റ് ബിന്ദുവിന്റെ നമ്പർ 3. പിന്നെ ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയാക്കി. വര എന്ന് പറഞ്ഞാൽ രേഖയുടെ നമ്പർ 1. നോക്ക്, ഇനി 2 വരകൾ യോജിപ്പിക്കുമ്പോൾ കോണ് കിട്ടും. ആംഗിൾ കോൺ 2 കോണിന്റെ നമ്പർ. പിന്നെയുള്ളത് 4 ഉള്ളൂ. ഇനി കോണുകൾ, ഈ കോണുകൾ 3 കോണുകൾ യോജിപ്പിക്കുമ്പോൾ ത്രികോണമാവും. ത്രികോണത്തിന്റെ നമ്പർ 4. അപ്പം നമുക്ക് പറയാം 3, 1, 2, 4.
3124. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ബിന്ദുവിനെ യോജിപ്പിക്കുമ്പോൾ രേഖ, രേഖകൾ 2 യോജിപ്പിക്കുമ്പോൾ കോണ്, 3 കോണുകൾ യോജിപ്പിച്ച് ത്രികോണം. സെറ്റാണ് 3124. ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി എങ്കിൽ ആ സാധനത്തിൻ്റെ വാങ്ങിയ വില എത്ര എന്നതാണ് ചോദ്യം. വളരെ സിമ്പിളായ സാധനം. അതായത് നമുക്ക് വിറ്റ വില തന്നിട്ടുണ്ട്, വാങ്ങിയ വില കാണും. മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് വാങ്ങിയ വില എന്ന് പറയുന്നത് മുഴുവനാണ്. അവരെ എപ്പോഴും നമ്മൾ 100% എന്ന രീതിയിൽ എടുക്കണം. മക്കളെ, വാങ്ങിയ വില 100%. എടാ, വാങ്ങിയ വില 100% ഇവിടെ ഇത് വിറ്റത് 30% നഷ്ടത്തിനാണ്. 30% നഷ്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിൽക്കുമ്പോൾ നമുക്ക് 100 കിട്ടിയില്ല, 30 പോയി, 70% കിട്ടിയുള്ളൂ. അപ്പോൾ വാങ്ങിയ വില 100%, വിറ്റത് 70%. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 10% നഷ്ടമാണ്, വിറ്റത് 90%. 10% ലാഭമാണ്, വിൽക്കുമ്പം 100 കിട്ടും, ലാഭമായ 10 കിട്ടും, 110% എഴുതിയേനെ. 20% ലാഭമാണ്, 120% എഴുതിയേനെ. 10% നഷ്ടമാണ്, 90% എഴുതിയേനെ. 40% നഷ്ടമാണ്, 100ന് 40 പോയി, 60% എഴുതിയേനെ. ഒക്കെയാണ്. അപ്പോൾ ഒന്നുകൂടെ മക്കളെ, വാങ്ങിയ വില എപ്പോഴും 100%. ഇവിടെ 30% നഷ്ടമുണ്ടായി, അപ്പോൾ വിറ്റതെന്ന് പറയുന്നത് ഇടപിള്ളാരെ 70%. ഇനി ഇതിലേക്ക് വാ. ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി എങ്കിൽ ആ സാധനത്തിൻ്റെ വാങ്ങിയ വില. അപ്പം നമ്മൾ മൈൻഡ് ചെയ്യുന്ന എഴുതും, വാങ്ങിയ വില 100%. ഇവിടെ 30% നഷ്ടത്തിൽ വിറ്റത് കൊണ്ട് വിറ്റത് 70%. മക്കളെ, നിങ്ങളോട് ഇതിലേതെങ്കിലും ഒരെണ്ണം പറയും. വാങ്ങിയ വില പറഞ്ഞാൽ നമ്മൾ 100%-ന് നേരെ എഴുതും, വിറ്റ വില പറഞ്ഞാൽ 70%-ന് നേരെ എഴുതും. നമ്മുടെ കയ്യിൽ ഇവിടെ വിറ്റ വിലയുണ്ട്. വിറ്റ വില 70%. 70% നമ്മൾ 700 എന്ന് എഴുതും. നമുക്ക് വാങ്ങിയ വില കാണണം. വാങ്ങിയ വില 100%. അതെത്രാടാ ഉവേ എന്നതാണ് ചോദ്യം. പെട്ടെന്നൊന്നുകൂടെ, വാങ്ങിയ വില 100%, വിറ്റ 30% നഷ്ടത്തിലായതുകൊണ്ട് 70%. ഒന്നുകിൽ വാങ്ങിയത് പറയും, അല്ലെ വിറ്റത് പറയും. വിറ്റത് നമ്മുടെ കയ്യിലുണ്ട് 700, അപ്പോൾ 70% വിറ്റത്, അത് 700. വാങ്ങിയ വില 100%, അത് എത്രാടാവുക എന്നതാണ് ചോദ്യം. ഈ സാധനം നേരെ ക്രോസ് ചെയ്താൽ ഉത്തരമാവും. ക്രോസ് ചെയ്യാമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 2 പേര്, ഇവിടെ ഒരാൾ. മക്കളെ, 2 പേരുള്ളത് ഗുണിക്കുക. ഇവിടെ 2 പേരുള്ളത് ഗുണിക്കുക. 100 ഗുണം 700, 2 പേരുള്ളത് ഗുണിച്ചു. ഒരാളുള്ളത് ഹരിക്കുക. ഇവിടെ ഒരാളേ ഉള്ളൂ, അത് ഹരിക്കുക. ഏത് ക്രോസിങ്ങും നിങ്ങൾ നോക്കിയാൽ മതി, 2 സൈഡിലുമുള്ളത് ഗുണിച്ച് മേളിൽ എഴുതണം. ഏതെങ്കിലും ഒരു സൈഡിൽ ഒരാൾ മിസ്സിങ് ആയിരിക്കും, ഒരാൾ താഴെ എഴുതണം. ഓക്കെ, ഇത് പോയി. 70നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ, 70 പേരും വെട്ടുമ്പോൾ 70നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 10 ആവും. 10 ഗുണം 100, നമ്മുടെ ഉത്തരം 1000. ഇനി അല്ലേ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമുണ്ട്. 70 700 ആവാൻ 10 കൊണ്ട് ഗുണിക്കണം. ഇതെല്ലാം ഇപ്പോഴും നടക്കണമെന്നില്ല, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും നടക്കും. ഇതേ 10 തന്നെ മേളിൽ ഗുണിച്ചാൽ അപ്പം കാണാം അത്ഭുതം, 100 ഗുണം 10 1000 എന്ന് വേണമെങ്കിലും പറയാം. ഇതെപ്പോഴും നടക്കണമെന്നില്ല, പക്ഷെ ക്രോസിങ് എപ്പോഴും നടക്കും. അടുത്ത ചോദ്യം, 0.111 എക്സെട്ര ഇൻറ്റു 0.444 എക്സെട്രയുടെ വർഗമൂലം ഏതാണ് എന്നതാണ് ചോദ്യം. ഈ ചോദ്യം കാണുമ്പോൾ നമുക്കറിയേണ്ട 2 സാധനം, 0.111 എക്സെട്ര എന്ന് പറഞ്ഞാൽ മക്കളെ അത് 1/9 ആണ്. കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ചെയ്യിപ്പിച്ചതാണ് ഈ മോഡല്. അപ്പോൾ 111 എക്സെട്ര എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് 1/9 എന്ന് എഴുതാം. ഒന്നുകൂടെ, പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യ ഇൻഫിനിറ്റി വരെ റിപ്പീറ്റ് ആണെങ്കിൽ അവരെ നമുക്ക് 1/9 എന്ന് എഴുതാം. അപ്പോൾ 0.222 എക്സെട്ര എന്ന് പറഞ്ഞാൽ 2/9 ആണ്. 0.444 എക്സെട്ര എന്ന് പറഞ്ഞാൽ 4/9 ആണ്. ഇനി 2 സംഖ്യയാണ് റിപ്പീറ്റ് എങ്കിൽ 9ന് പകരം 99 വരും.
0.121212 എക്സെട്ര എന്നാണെങ്കിൽ 12/99. 0.313131 എക്സെട്ര എന്നാണെങ്കിൽ 31/99. ഇനി 3 സംഖ്യ റിപ്പീറ്റ് ആണെങ്കിലോ ഇപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. 0.123 എക്സെട്ര എന്നാണെങ്കിൽ 3 സംഖ്യ റിപ്പീറ്റ് 123/999. ഇൻഫിനിറ്റി വരെ പോകുന്ന കേസ് ആണെങ്കിൽ. ഇനി ഇവിടെ 0.212121 എക്സെട്ര എന്നാണെങ്കിൽ 2 സംഖ്യ ഇൻഫിനിറ്റി വരെ റിപ്പീറ്റ് എക്സെട്ര, അപ്പോൾ 21/99. ഇനി ഇതേ സ്ഥാനത്ത് ഒരു സംഖ്യയാണ് 0.222 എക്സെട്ര എന്നാണെങ്കിൽ ഒരു സംഖ്യ 2/9. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 0.111 എക്സെട്ര എന്ന് പറഞ്ഞാൽ 1/9 ആണ്. ഇനി അടുത്ത് നോക്കിയേ, 0.444 എക്സെട്ര എന്ന് പറഞ്ഞാൽ 4/9 ആണ്. ഇനി നമുക്ക് ഇവരെ ഒന്ന് എടുത്തെഴുതാം. റൂട്ട് ഓഫ് 0.111 എക്സെട്ര. അപ്പൊ റൂട്ട് ഓഫ് 111 എക്സെട്രനെ നമ്മൾ 1/9 എന്ന് എഴുതി. ഇൻറ്റു 0.444 എക്സെട്ര 444 എക്സെട്രനെ നമ്മൾ 4/9 എന്ന് എഴുതി. ഓക്കെ ആണ്. ഇനി നമ്മൾ ഇവരുടെ റൂട്ട് എടുക്കണം. ഇനി നമുക്ക് വെട്ടാനൊന്നുമില്ല. അപ്പോൾ 1ഉം 4 കൂടെ ഗുണിക്കുമ്പോൾ 4, 9 9 ഗുണിക്കുമ്പോൾ 81. അപ്പോൾ റൂട്ട് ഓഫ് 4/81. മക്കളെ 4ന്റെ റൂട്ട് പിള്ളേരെ 2 ആണ്. 81ന്റെ റൂട്ട് പിള്ളേരെ 9 ആണ്. അപ്പൊ 2/9 എന്ന് ഉത്തരം കിട്ടും. ഇവിടെ 2/9 ഓപ്ഷനിലുണ്ട്, നീ ടിക്ക് ചെയ്തോ. ദൈവം സഹായിച്ച് 2/9 ഇല്ല. അപ്പോ 4/9 ഉണ്ട്, 2/9 ഇല്ല. അതുകൊണ്ട് 4/9 പോയി കൊടുക്കരുത്. 2/9 ഇല്ല. അപ്പൊ നമ്മൾ ഓർക്കണം 2/9 ഇല്ല. അപ്പൊ 2/9 തുല്യമായ ഒരു സാധനം. എടാ 0.2222 എക്സെട്ര എന്ന് പറഞ്ഞാൽ 2/9 അല്ലേ? ആലോചിച്ച് നോക്ക്. അപ്പൊ ഇതും ഇതിന്റെ ഉത്തരമായി വരാം. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ആ സി ടിക്ക് ചെയ്തതിൽ ചിലർക്ക് ഇപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു കാര്യം പറയാം. മോനെ 222 എക്സെട്ര എന്ന് പറഞ്ഞാൽ 2/9 ആണ്. അപ്പൊ 2/9 തിരിച്ച് നമുക്ക് 222 എക്സെട്ര എന്ന് എഴുതത്തില്ലേ? ഇനി 3/9 തിരിച്ച് നമുക്ക് 0.333 എക്സെട്ര എന്ന് എഴുതത്തില്ലേ? 1/9 തിരിച്ച് നമുക്ക് 0.111 എക്സെട്ര എന്ന് എഴുതത്തില്ലേ? ഇങ്ങോട്ട് എഴുതാമെങ്കിൽ അങ്ങോട്ടും എഴുതാം. 0.777 എക്സെട്രനെ നമുക്ക് 7/9 എന്ന് എഴുതാം. അങ്ങനെയാണ് 7/9 തിരിച്ച് 0.777 എക്സെട്ര എന്ന് എഴുതാം. അപ്പോൾ അതേപോലെ 2/9 കിട്ടി. 2/9 വേണമെങ്കിൽ തിരിച്ച് 0.222 എക്സെട്ര എന്ന് എഴുതാം. 0.222 എക്സെട്ര എന്ന് പറഞ്ഞാലും 2/9 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇതിലേതെങ്കിലും ഒരു ഉത്തരമേ ഓപ്ഷൻ്റെ അകത്ത് കാണൂ. പെട്ടെന്ന് പിടിച്ച ഒന്നുകൂടെ. 0.111 എക്സെട്ര എന്ന് പറഞ്ഞാൽ റൂട്ട് ഇട്ടു 1/9 ആണ്. ഇൻറ്റു 0.444 എക്സെട്ര എന്ന് പറഞ്ഞാൽ 4/9 ആണ്. വെട്ടാനായിട്ടൊന്നുമില്ല. 1ഉം 4ഉം 4 ആണ്. 9ഉം 9ഉം 81 ആണ്. 4/81ന്റെ റൂട്ട്. ഇവിടെ 4ന്റെ റൂട്ട് 2. ഇവിടെ 81ന്റെ റൂട്ട് 9. മോനെ 2/9 ഓപ്ഷൻ്റെ അകത്തുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം. ഇല്ല. പിന്നെ നമുക്കറിയാവുന്ന ഒരു സാധനം, ഇവിടെ 2/9 എന്ന് പറഞ്ഞാൽ 0.222 എക്സെട്ര എന്ന് തന്നെയാ. രണ്ടും ഒന്ന് തന്നെയാ. ഒന്നുകിൽ ഇത് അല്ലേ ഇത്. ഇത് ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ സി. അടുത്ത് 100 × 83 × 39 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്ര? ഈ ചോദ്യവും നമ്മൾ നേരത്തെ റിവിഷൻ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച മോഡലാണ്. ഇതിപ്പോൾ കണ്ടമാനം കയറി വരുന്നുണ്ട്, പ്രത്യേകം നോക്കിക്കോണം. ഓക്കെ ആണ്. ഇനി ഞാൻ ഒന്നും കൂടെ നിങ്ങളോട് പറയുകയാണ്, LGSനും 10th പ്രിലിംസിനും വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 5-6ഓളം റിവിഷൻ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പാടുള്ള ഒരു LGS നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തു. അതിന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു. LGSന്റെ ആദ്യഘട്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തു. ഇത് കൂടാതെ 3-4 റിവിഷൻ ക്ലാസ്സുകൾ ഈ അടുത്ത് നമ്മൾ ചെയ്തു. മാക്സിമം ക്വസ്റ്റ്യൻസ് അതിനകത്ത് നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്, കൊടുത്തു പോയിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇനിയുള്ള പരീക്ഷകൾക്ക് മുമ്പായിട്ടെങ്കിലും കാണാനായിട്ട് ശ്രമിക്കുക. ഈ ചോദ്യത്തിൻ്റെ വേറൊരു വേർഷൻ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അറിയാവുന്നവർ പെട്ടെന്ന് ചെയ്ത് നോക്കി. 100 × 83 × 39 9 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര എന്നതാണ് ചോദ്യം. 9 കൊണ്ട്
ഇതൊരിക്കലും നമുക്ക് ഹരിച്ചു നോക്കി ശിഷ്ടമൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേന് PSC പരീക്ഷ കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ 100നെ 9 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. മോനെ 100നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 9 9 11 99 ശിഷ്ടം 1. ഇനി 83നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാന്ന് നോക്കുക. 83നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 9 9 81 ശിഷ്ടം 2. ഇനി 39നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 9 4 36 ശിഷ്ടം 3. അപ്പോൾ ഇവിടെ ഹരിച്ചപ്പോൾ ശിഷ്ടം 1, ഇവിടെ ഹരിച്ചപ്പോൾ ശിഷ്ടം 2, ഇവിടെ ഹരിച്ചപ്പോൾ ശിഷ്ടം 3. ഇവിടെ ഗുണനമായതുകൊണ്ട് ഈ ശിഷ്ടങ്ങൾ ഗുണിച്ച് 9 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. 1 ഗുണം 2 2, 2 ഗുണം 3 6. ഇനി 6നെ 9 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുത്താൽ മതി. അതാണ് നമ്മുടെ ഉത്തരം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഒരു സംഖ്യയിൽ താഴെയുള്ള സംഖ്യകളെ ആ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അതായത് 6നെ ഇവിടെ 9 കൊണ്ട് ഒരു കാരണവശാലും ഹരിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 9 കൊണ്ട് ഹരിക്കണമെങ്കിൽ മിനിമം ശിഷ്ടം 9 വരണം. മിനിമം സംഖ്യ 9 വരണം. അപ്പോൾ 9ൽ താഴെയുള്ള സംഖ്യകളെ ഒരിക്കലും നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. 8നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 7നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ വേണമെങ്കിൽ അതിനെ പോയിന്റ് ആക്കാം. പോയിന്റ് ആക്കിയില്ലെങ്കിൽ ആ കിട്ടുന്നതെല്ലാം ശിഷ്ടമായിരിക്കും. അതായത് 9നെ 6 കൊണ്ട് 6നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കിട്ടിയതൊക്കെ ശിഷ്ടമാണ്. 6നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 6. ഓപ്ഷൻ എ ആണ്. അപ്പൊ ലാസ്റ്റ് പറഞ്ഞ സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. 6നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. ഹരിച്ചാൽ അത് പോയിന്റ് ആവും. അപ്പൊ കിട്ടുന്നതെല്ലാം ശിഷ്ടമാണ്. അപ്പൊ 6നെ 9 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം 6, 8നെ 9 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം 8, 7നെ 9 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം 7. ഒരു സംഖ്യയിൽ താഴെയാണ്, അതിനെ ആ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പൊ കിട്ടുന്നതെല്ലാം ശിഷ്ടമാണ്. 9 ആയിരുന്നെങ്കിൽ 9നെ നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ ശിഷ്ടം 0. 9ഓ 9ന് മേളിലോട്ടോ സംഖ്യകൾ വന്നാൽ മാത്രമേ ഹരിക്കാൻ പറ്റൂ. അതിൽ താഴെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പൊ കിട്ടുന്നതൊക്കെ ശിഷ്ടമാണ്. ഞാൻ ആ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ഒന്നുകൂടെ കേട്ടു നോക്കണം ഡൗട്ടുള്ളവർ. അപ്പൊ ഞാൻ ഇതൊന്നുകൂടെ പറയാം. 100 ഗുണം 83 ഗുണം 39നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം. മക്കളെ 100നെ 9 കൊണ്ട് ഹരിച്ചു. 9 11 99 ഇവിടുത്തെ ശിഷ്ടം 1. 83നെ 9 കൊണ്ട് ഹരിച്ചു. 83നെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ 9 9 81 ഇവിടുത്തെ ശിഷ്ടം 2. 39നെ 9 കൊണ്ട് ഹരിച്ചു. 39നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 9 4 36 ഇവിടുത്തെ ശിഷ്ടം 3. ഇനി നിങ്ങൾ ഇത് 3ഉം കൂടെ ശിഷ്ടമല്ല വേണ്ടി ഈ 3 ശിഷ്ടോടെ ഗുണിച്ചു 9 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. 3 1 2 ഗുണിക്കുമ്പോൾ 6. 6നെ 9 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കണം. മോനെ 6നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 9 കൊണ്ട് ഹരിക്കണമെങ്കിൽ മിനിമം 9 വരണം. അപ്പൊ അതിൽ താഴെയുള്ളതൊക്കെ ശിഷ്ടം തന്നെയാണ്. 6നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടുത്തെ ശിഷ്ടം 6 തന്നെ. 8നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 8, 7നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 7. അതായത് ഒരു സംഖ്യയിൽ താഴെയാണ്, ആ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പൊ കിട്ടുന്നതൊക്കെ ശിഷ്ടം തന്നെയാണ്. ഓക്കെ ആണ്. അപ്പൊ ഇതുപോലെ ഞാൻ ഒരു ചോദ്യം കൂടെ സ്ക്രീനിൽ എഴുതാം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 90 ഇൻറ്റു 26 ഇൻറ്റു 50നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം. അപ്പൊ നമ്മൾ 90 ഇൻറ്റു 26 ഇൻറ്റു 50നെ നമുക്ക് 11 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വേണം. നമ്മൾ ആദ്യം 90നെ 11 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. 11 8 88 ശിഷ്ടം 2. പിന്നെ 26നെ 11 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. 11 2 22 11 2 22 ശിഷ്ടം 4. ഇനി 50നെ 11 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. 11 4 44 ശിഷ്ടം 6. ഇനി ഇത് 3ഉം കൂടെ ഗുണിച്ച് 11 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. സെപ്പറേറ്റ് ശിഷ്ടം കണ്ടുപിടിച്ചു. 2 4 8 8 8 6 48. അപ്പൊ 48നെ 11 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുത്താൽ മതി. നമ്മുടെ ഉത്തരമാവും. ഓക്കെ ആണ്. ഇനി 11ൽ താഴെ ഒരു സംഖ്യയാണ് ഈ കിട്ടിയതെങ്കിൽ അത് ശിഷ്ടം. ഇപ്പൊ 10 ആയിരുന്നെങ്കിൽ 10 തന്നെ ശിഷ്ടം വരും. 7 ആയിരുന്നെങ്കിൽ 7 തന്നെ ശിഷ്ടം വരും. 48 എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും 11 കൊണ്ട് ഹരിക്കാം. 11 4
44 ശിഷ്ടം 4. അപ്പൊ ഇത്തരത്തിലുള്ള കേസിൽ മക്കളെ ശിഷ്ടം 4 സെറ്റാണ്. മുമ്പോട്ട് പോകാം. പെട്രോളിന്റെ വില ലിറ്ററിന് 75 രൂപയിൽ നിന്നും 100 രൂപയായപ്പോൾ ഒരാളുടെ ഒരു മാസത്തെ ഇന്ധന ചെലവ് കൂടാതിരിക്കാൻ 3000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന ഒരു വ്യക്തി പെട്രോളിന്റെ ഉപയോഗം എത്ര ലിറ്റർ കുറയ്ക്കണം എന്നതാണ് ചോദ്യം. കഴിഞ്ഞ വേരിയസ് സെൽഷ്യസിന് ചോദിച്ച വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. 2020-21 വേരിയസ് സെൽഷ്യസിന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യം എന്താ പറയുന്നത്? പെട്രോളിന്റെ വില 75 രൂപയിൽ നിന്ന് 100 രൂപയിലേക്ക് ആയി. പണ്ട് 75 രൂപയായിരുന്നു പെട്രോള്. ഇപ്പൊ പെട്രോളിന്റെ വില മക്കളെ 100 രൂപയായി. ഓക്കെ, ഇനി ഒരാളുടെ ഒരു മാസത്തെ ഇന്ധന ചിലവ് കൂടാതിരിക്കാൻ 3000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന ഒരു വ്യക്തി പെട്രോളിന്റെ ഉപയോഗം എത്ര കുറയ്ക്കണം? അതായത് 75 രൂപയ്ക്കാണ് പണ്ട് അടിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം 100 രൂപയ്ക്ക് അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരാളുണ്ട്, അയാള് എല്ലാ മാസവും 3000-ത്തിനാണ് പെട്രോൾ അടിക്കുന്നത്. അയാളുടെ ശമ്പളത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല, പെട്രോളിന്റെ വിലയിൽ മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പം 3000 രൂപയ്ക്കാണ് ഒരാൾ എന്നും എല്ലാ മാസവും പെട്രോൾ അടിക്കുന്നത്. ആ ആളെ സംബന്ധിച്ച് ഇന്നും അയാളുടെ 3000 ഉള്ളൂ, പെട്രോളിന്റെ വില കൂടുമ്പോഴും 3000 ഉള്ളൂ, അടുത്ത ഇനി ഒരു 4-5 വർഷം കഴിഞ്ഞാലും 3000 ഉള്ളൂ. 3000 രൂപയ്ക്ക് അയാൾ പെട്രോൾ അടിക്കും. അങ്ങനെയാണ് അയാൾ പെട്രോളിന്റെ ഉപയോഗം എത്ര കുറയ്ക്കണം, അല്ലെ എത്ര ലിറ്റർ കുറയ്ക്കണം എന്നാ ചോദ്യം. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, പണ്ട് അയാളുടെ കയ്യിൽ 3000 രൂപയുണ്ട്, ഇപ്പോഴും 3000 ഉള്ളൂ. പണ്ട് അയാൾ ഒരു മാസം 3000 രൂപയ്ക്ക് എണ്ണ അടിക്കും. ഓക്കെ, പണ്ട് 1 ലിറ്റർ പെട്രോളിന്റെ വില 75. അപ്പൊ അയാൾക്ക് എത്ര ലിറ്റർ പെട്രോൾ കിട്ടും? 3000 ഡിവൈഡഡ് ബൈ 75. കാര്യം അയാളുടെ കയ്യിൽ 3000 രൂപയുണ്ട്. അയാൾക്ക് 1 ലിറ്റർ പെട്രോളിന് 75 രൂപയുള്ളൂ. 1 ലിറ്ററിന് 75 രൂപ, 2 ലിറ്റർ ആകുമ്പോൾ 150. അങ്ങനെ 75 വെച്ച് 3000 രൂപയ്ക്ക് എത്ര ലിറ്റർ കിട്ടും? 3000-ത്തെ 75 കൊണ്ട് ഭാഗിക്കണം. 3000-ത്തെ 75 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് മനസ്സിലാവും 40 ലിറ്റർ പെട്രോള് പണ്ട് അയാൾക്ക് 3000 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, കാര്യം 75 2 150, 4 ആകുമ്പോൾ 300, 40 ലിറ്റർ. ഇപ്പോഴും അയാളുടെ കയ്യിൽ 3000 രൂപയുള്ളൂ. ഇപ്പൊ പെട്രോളിന്റെ വില 100 രൂപയാണ്. ആലോചിച്ച് നോക്ക്, ഇപ്പൊ പെട്രോളിന്റെ വില 100 രൂപയാണ്. ഇപ്പോഴും അയാളുടെ കയ്യിൽ 3000 രൂപയുള്ളൂ. ഇപ്പൊ പെട്രോളിന്റെ വില 100 രൂപയാണ്. അപ്പോൾ ഈ 3000 രൂപയ്ക്ക് എത്ര ലിറ്റർ പെട്രോൾ കിട്ടും? 100 രൂപ വെച്ച് 100 രൂപ വെച്ച് 100 രൂപ വെച്ച് 3000 രൂപയ്ക്ക് 3000/100 30 ലിറ്റർ പെട്രോൾ കിട്ടും. പണ്ട് 40 ലിറ്റർ പെട്രോൾ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 30 ലിറ്റർ പെട്രോള് ആ പാവത്തിന് കിട്ടും. അപ്പോൾ അയാൾക്ക് പെട്രോളിൻ്റെ ഉപയോഗം എത്ര കുറയ്ക്കണം? പണ്ട് 40 ലിറ്റർ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്നവൻ ഇപ്പം 30 ലിറ്റർ പെട്രോളേ കിട്ടൂ. അപ്പോൾ പെട്രോളിൻ്റെ ഉപയോഗം എത്ര കുറയ്ക്കണമെന്ന് ചോദിച്ചാൽ 10 ലിറ്റർ പെട്രോളിൻ്റെ ഉപയോഗം കുറയ്ക്കണം. എന്നാലേ 3000-ത്തിൽ ഇത് ഒതുക്കാൻ പറ്റൂ. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. പെട്ടെന്നൊന്നുകൂടെ പറയുന്നു, പെട്രോളിന്റെ വില പണ്ട് 75 രൂപയായിരുന്നു. ഇപ്പോൾ പെട്രോളിന്റെ വില 100 രൂപയായി. 3000 രൂപയ്ക്കാണ് ഒരാൾ എല്ലാ മാസവും പെട്രോൾ അടിക്കുന്നത്. അങ്ങനെയാണ് പെട്രോളിന്റെ ഉപയോഗം എത്ര കുറയ്ക്കണം? 3000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന ഒരാൾ 75 രൂപയ്ക്കാണ് പെട്രോളിന്റെ വിലയെങ്കിൽ എത്ര ലിറ്റർ പെട്രോൾ കിട്ടും? 3000/75, 40 ലിറ്റർ പെട്രോൾ കിട്ടും. ഇപ്പോഴും അയാൾ 3000 രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുന്നത്. ഇപ്പോൾ 1 ലിറ്റർ പെട്രോളിന്റെ വില 100 ആണ്. 3000/100 ചെയ്താൽ ഇപ്പോൾ കിട്ടുന്നത് 30 ലിറ്റർ ആണ് എന്ന് മനസ്സിലാവും. പണ്ട് 40 ലിറ്റർ പെട്രോൾ കിട്ടും, ഇപ്പൊ 30 ലിറ്ററേ കിട്ടൂ. അപ്പൊ പെട്രോളിന്റെ ഉപയോഗം 40 കിട്ടിക്കൊണ്ടിരുന്നത് 30 കിട്ടൂ. അതുകൊണ്ട് പെട്രോളിന്റെ ഉപയോഗം 10 ലിറ്റർ കുറയ്ക്കണം. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1, 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2, 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3, 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4 കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നതാണ് ചോദ്യം. നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ചെയ്ത മോഡലുകളിൽ ഒന്നാണ്. മക്കളെ, എൽസിയുമായി ബന്ധപ്പെട്ട് 2 ശിഷ്ടം വെച്ചുള്ള 2 പ്രോബ്ലങ്ങൾ, 2 മോഡൽ പ്രോബ്ലങ്ങൾ എൽസിയുമായി ബന്ധപ്പെട്ടുണ്ട്.
അതായത് കുറച്ച് സംഖ്യകൾ തന്നിട്ട് ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ഇന്ന ശിഷ്ടം വരുന്ന ചെറിയ സംഖ്യ ഏത്, അല്ലെങ്കിൽ ആദ്യ സംഖ്യ ഏത്, ചെറിയ സംഖ്യ ഏത്, അല്ലെങ്കിൽ ആദ്യ സംഖ്യ ഏത്, ഇങ്ങനെ പറയുന്ന ഒരു ചോദ്യമാണെങ്കിൽ നിങ്ങൾ ആ സംഖ്യകളുടെ LCM എടുക്കുക, എന്നിട്ട് ശിഷ്ടം കൂട്ടി വെക്കുക. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ചോദ്യവുമായി യാതൊരു ബന്ധവും ഇതിനില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഒന്നുകൂടെ പറയുന്നു, കുറച്ച് സംഖ്യകൾ തന്നു, ആ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ചെറിയ സംഖ്യ അല്ലെങ്കിൽ ആദ്യ സംഖ്യ എന്ന് പറയുവാണെങ്കിൽ LCM എടുക്കുക, ശിഷ്ടമായ 1 കൂട്ടി വെക്കുക. ഇനി കുറച്ച് സംഖ്യകൾ തന്നു, ആ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 6 വരുന്ന ചെറിയ സംഖ്യ അല്ലെങ്കിൽ ആദ്യ സംഖ്യ എന്ന് പറയുന്ന ചോദ്യമാണെങ്കിൽ LCM എടുക്കുക, ശിഷ്ടം കൂട്ടി വെക്കുക, 6 കൂട്ടി വെക്കുക. ഇനി 2 സംഖ്യകൾ തന്നു, ആ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ആദ്യ സംഖ്യ അല്ലെ ചെറിയ സംഖ്യ എന്ന് പറയുന്ന ചോദ്യമാണെങ്കിൽ നിങ്ങൾ അവരുടെ LCM എടുക്കുക, ശിഷ്ടം 3 ആയതുകൊണ്ട് ശിഷ്ടം കൂട്ടി വെക്കുക. ഇത് ശിഷ്ടം വെച്ച് LCM വെച്ചുള്ള പ്രോബ്ലങ്ങൾ ഏറ്റവും സിമ്പിളായ ചോദ്യം. പക്ഷെ നമ്മൾ ഇവിടെ നോക്കൂ, 2 കൊണ്ട് ഹരിക്കുമ്പോൾ സംഖ്യ 2, ശിഷ്ടം 1 വരണം. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരണം. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരണം. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4 വരണം. കണ്ടോ, ഇവിടെ മക്കളെ പല 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 ശിഷ്ടമായി എല്ലായിടത്തും. സംഖ്യ 2 ആയിരുന്നു, അപ്പൊ ശിഷ്ടം 1. സംഖ്യ 3 ആകുമ്പോൾ ശിഷ്ടം 2. സംഖ്യ 4 ആകുമ്പോൾ ശിഷ്ടം 3. സംഖ്യ 5 ആകുമ്പോൾ ശിഷ്ടം 4. മക്കളെ പല 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 ശിഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോണം, ഈ സംഖ്യയും ശിഷ്ടവും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും എപ്പോഴും. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, എപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും ഗ്യാപ്പ് അല്ലെങ്കിലോ, അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. അതായത് ഓരോ സംഖ്യയ്ക്കും ഓരോ ശിഷ്ടമാണെങ്കിൽ ഈ സംഖ്യയും ശിഷ്ടവും തമ്മിൽ ഉറപ്പായും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. സംഖ്യ 2 ശിഷ്ടം 1, സംഖ്യ 3 ശിഷ്ടം 2, സംഖ്യ 4 ശിഷ്ടം 3, സംഖ്യ 5 ശിഷ്ടം 4. കണ്ടോ, സംഖ്യയും ശിഷ്ടവും തമ്മിൽ ഇവിടെ 1ന്റെ ഗ്യാപ്പ്, ഇവിടെയും 1ന്റെ ഗ്യാപ്പ്, ഇവിടെയും 1ന്റെ ഗ്യാപ്പ്, ഇവിടെ. അതായത് ഇവർക്കൊരു പൊതുവായ ഗ്യാപ്പ് ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്, അത് 1 ആണ് എന്ന് മനസ്സിലാവും. ഓക്കെ, ഇത്തരത്തിലുള്ള ചോദ്യമാണെങ്കിൽ നിങ്ങൾ ആ സംഖ്യകളുടെ, ശിഷ്ടത്തിൻ്റെ അല്ല, സംഖ്യകളുടെ LCM എടുക്കുക, എന്നിട്ട് ആ പൊതുവ്യത്യാസം കുറയ്ക്കുക. പൊതുവ്യത്യാസം എപ്പോഴും 1 ആവണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഒരു പൊതുവായ ഒരു വ്യത്യാസം ഉണ്ടാവും എപ്പോഴും സംഖ്യയും ശിഷ്ടവും തമ്മിൽ. 2 ശിഷ്ടം 1, 3 ശിഷ്ടം 2, 4 ശിഷ്ടം 3, 5 ശിഷ്ടം 4, പൊതുവായ ഒരു വ്യത്യാസമുണ്ട്. ആ പൊതുവ്യത്യാസം നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പം 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും 5ൻ്റെയും LCM എടുക്കണം. മക്കളെ, ഈ 4 സംഖ്യകളും ഒരുമിച്ച് പോകുന്ന സംഖ്യകൾ ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പം 3 സംഖ്യകളെങ്കിലും പോകുമോ? ഇല്ല. 2 സംഖ്യകൾ പോകും, 2ഉം 4ഉം. ഇപ്പോൾ LCM എടുക്കാനായിട്ട് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ 4 സംഖ്യകളെങ്കിലും ഒരുമിച്ച് പോകുമോ? ഇല്ല. അപ്പോൾ നമ്മൾ താഴേക്ക് വരണം. HCF ആണെങ്കിൽ അവിടെ വെച്ച് പരിപാടി നിർത്തി, ഇനി ആരും പോകത്തില്ല, 1 പറയാം. HCF ഒരുമിച്ച് പോയില്ല, HCF ഇല്ല, 1 ആയിരിക്കും HCF. ഇവിടെ ഈ 4 സംഖ്യകൾ ഒരുമിച്ച് പോയില്ല. അപ്പോൾ LCM പിന്നെ നമ്മൾ എടുക്കാനായിട്ട് 3 സംഖ്യകളെങ്കിലും ഒരുമിച്ച് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ നമ്മൾ 2 സംഖ്യയിലും പറ്റും. 2 സംഖ്യ പറ്റും. 2ഉം 4ഉം 2 കൊണ്ട് പറ്റും. 2 കൊണ്ട് 2നെ ഹരിച്ചാൽ 1 ആവും. 3നെ ഹരിക്കാൻ പറ്റാത്തതുകൊണ്ട് 3 താത്തിറക്കി. 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2 ആവും. 5നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തതുകൊണ്ട് 5 താത്തിറക്കി. ഇനി 2 സംഖ്യകൾ ഒരുമിച്ച് പോകുമോ? ഇല്ല. ഇനി നമുക്ക് വേറൊരു വഴിയില്ല, ഓരോന്നോരോന്നായിട്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. ഓരോന്നോരോന്നായിട്ട് പോകുന്നതിൽ നല്ലത് ഈ 2ഉം ഈ താഴെ എഴുതിയിരിക്കുന്ന സംഖ്യകളും ഗുണിച്ചാൽ മതി. ഇനി ഓരോന്നോരോന്നായിട്ട് വേണമെങ്കിൽ ഞാൻ എഴുതി കാണിക്കാം. 3 കൊണ്ട് പോകുമ്പോൾ 1 1 2 5, 2 കൊണ്ട് പോകുമ്പോൾ 1 1 1 5, 5 കൊണ്ട് പോകുമ്പോൾ എല്ലാം 1 ആയി മാറി. അപ്പോൾ ഇവരുടെ LCM എന്ന് പറഞ്ഞാൽ 2 ഗുണം 3 6, 6 ഗുണം 2 12, 12 ഗുണം 5 60. അപ്പോൾ ഇവരുടെ LCM മക്കളെ നമുക്ക് 60 എന്ന് കിട്ടി. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓരോ സംഖ്യയ്ക്ക് ഓരോ ശിഷ്ടമാണെങ്കിൽ, പല 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 ശിഷ്ടമാണെങ്കിൽ ഇവർക്കൊരു പൊതുവ്യത്യാസം ഉണ്ടാവും സംഖ്യയും ശിഷ്ടവും തമ്മിൽ. ഉണ്ടല്ലോ? ഉണ്ട്. 1. അതങ്ങ് കുറയ്ക്കുക. 60ൽ നിന്ന് 1 കുറയ്ക്കുന്നു, നമ്മുടെ ഉത്തരം 59 ആണ് എന്ന് പറയാം.
ഒന്നും കൂടെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1, 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2, 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3, 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4. മക്കളെ, ഇവിടുത്തെ സംഖ്യ ഇത്, ഇവിടുത്തെ ശിഷ്ടം ഇത്. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുമ്പോഴേ നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഇരുന്ന് ആലോചിക്കണം, എടാ കുറച്ച് സംഖ്യ തന്നിട്ട് ഒറ്റ ശിഷ്ടമാണ് പറയുന്നതെങ്കിൽ ഇന്ന സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ഇന്ന ശിഷ്ടം വരുന്ന ചെറിയ സംഖ്യ അല്ലെ ആദ്യ സംഖ്യ എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ LCM എടുക്കുക, ശിഷ്ടം അവിടെ കൂട്ടി വെക്കുക. ഇവിടെ പല 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 ശിഷ്ടമാണെങ്കിൽ ഈ സംഖ്യയും ശിഷ്ടവും തമ്മിൽ ഒരു പൊതു ഗ്യാപ്പ് ഉണ്ടാവും. 2, 1, 1ന്റെ ഗ്യാപ്പ്, 3, 2, 1ന്റെ ഗ്യാപ്പ്, 3, 4, 4, 3, 1ന്റെ ഗ്യാപ്പ്, 5, 4, 1. അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ഡൗട്ട് ഞാൻ പറയാം, സാർ എപ്പോഴും പൊതു ഗ്യാപ്പ് ഉണ്ടാവും പല പല ശിഷ്ടമാണെങ്കിൽ ചോദ്യത്തിൽ എപ്പോഴും ആ പൊതു ഗ്യാപ്പ് ഒന്നാവും? അല്ല, ഇവിടെ ഒന്നാന്നേ ഉള്ളൂ, പൊതു ഗ്യാപ്പ് ഉണ്ടാവും. എല്ലാ സംഖ്യയ്ക്കും ഇടയിൽ ആ പൊതുവായ ഗ്യാപ്പ് ഉണ്ടാവും, ഉറപ്പ്, സംഖ്യാശിഷ്ടം. അപ്പൊ ഇവിടുത്തെ പൊതു വ്യത്യാസം നമുക്ക് കിട്ടിയ 1. ഇനി നമ്മൾ ശിഷ്ടത്തിന്റെ അല്ല സംഖ്യകളുടെ LCM എടുക്കുക. 2, 3, 4, 5. മക്കളെ LCM എടുത്തു, 2 കൊണ്ട് പോകും. 4 സംഖ്യകളും ഒരുമിച്ച് പോകത്തില്ല, പോവോ? അപ്പൊ 3 സംഖ്യകളെങ്കിലും പോവോ? ഇല്ല, 2 സംഖ്യകളും 2ഉം 4ഉം പോവും. 2 കൊണ്ട് പോകുമ്പോൾ ഇത് 1, 3 അതുപോലെ എഴുതി, ഇത് 2, ഇത് 5. ഇനിയും 3 സംഖ്യകൾ പോകത്തില്ല, പോവോ? സോറി, 2 സംഖ്യകൾ ഇനിയില്ല. ഇനി ഓരോന്നോരോന്നായിട്ടേ ഉള്ളൂ. ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നതിന് പകരം ഈ സംഖ്യയായ 2ഉം അടിയിലത്തെ നിരയും കൂടെ ഗുണിച്ചാൽ മതി. ഇനി അതല്ല, വേണമെങ്കിൽ ഓരോരുത്തരായിട്ട് ഹരിച്ച് വേണം ഞാൻ എഴുതി കാണിക്കാം. നിങ്ങൾ എഴുതണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് എല്ലാം ഒന്നായി മാറി. 2, 3, 6, 6, 5, 6, 2, 12, 12, 5, 60. അപ്പോൾ LCM കിട്ടി 60. പല പല ശിഷ്ടമായതുകൊണ്ട് ഇവർക്കൊരു പൊതു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് 1ആണ്, ഇവിടെ അത് 1ആണ്. 60ൽ നിന്ന് 1 പോയി 59 എന്ന് പറയാം, ഓപ്ഷൻ സി. അപ്പം മക്കളെ, ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയുകയാണ്, കുറച്ച് സംഖ്യകൾ തന്നു, ആ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഇന്നത് വരുന്ന ചെറിയ സംഖ്യ അല്ലെങ്കിൽ ആദ്യ സംഖ്യ എന്നാണ് ചോദ്യമെങ്കിൽ ഒരൊറ്റ ശിഷ്ടം, പൊതുവായ ഒരൊറ്റ ശിഷ്ടമേ ഉള്ളൂവെങ്കിൽ LCM എടുക്കുക, ആ ശിഷ്ടം അങ്ങ് കൂട്ടി വെക്കുക. ഇതാ കൂടുതലും കാണുന്നത്. ഇനി ഓരോ സംഖ്യയ്ക്കും ഓരോ ശിഷ്ടമാണ് അങ്ങനെ ഹരിക്കാൻ കഴിയുന്ന, അല്ലെ ഇന്നതുകൊണ്ട് ഹരിക്കുമ്പോൾ ഇന്ന ശിഷ്ടം, ഇന്നതുകൊണ്ട് ഹരിക്കുമ്പോൾ ഇന്ന ശിഷ്ടം, ഇങ്ങനെ വരുന്ന ആദ്യ സംഖ്യ അല്ലെ ചെറിയ സംഖ്യ ഇങ്ങനെ പറയുന്ന ചോദ്യമാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോണം, പല പല ശിഷ്ടമാണെങ്കിൽ സംഖ്യയും ശിഷ്ടവും തമ്മിൽ ഒരു പൊതു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ സംഖ്യയുടെ LCM എടുക്കുക. LCM എടുത്ത ശേഷം ആ പൊതു ഗ്യാപ്പ്, ആ പൊതു ഡിഫറൻസ് കുറച്ച് വെക്കുക. അടുത്ത് ലഘൂകരിക്കുക എന്നതാണ് ചോദ്യം. നമുക്കൊന്ന് നോക്കാം, ശ്രദ്ധിക്കുക. ഈ അടുത്ത് വന്ന പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, 5ന്റെ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. എക്സ്പോണൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പക്ഷേ എക്സ്പോണൻസ് എന്ന് പറയുന്നത്, കൃത്യംഗം എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ തന്നിട്ടില്ല. പക്ഷെ അതിൻ്റെ ചെറിയ ചോദ്യങ്ങളൊക്കെ, ലൈറ്റ് ചോദ്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം ജസ്റ്റ് ഒന്ന് പറയുന്നത്. 5ന്റെ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 5^1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5ന്റെ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1 ഇൻറ്റു 5^1 ദ ഹോൾ റേസ് ടു 1. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ഇതങ്ങ് എഴുതുക. 5ന്റെ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മക്കളെ 5^4. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു പവറിന് പവർ വന്നാൽ ആ പവർ തമ്മിൽ ഗുണിക്കുക. ഇവിടുത്തെ പവർ 2, അതിന് വീണ്ടും പവറുണ്ട്. 2ഉം 2ഉം കൂടെ ഗുണിച്ച് 4, 2ഉം 2ഉം കൂടെ ഗുണിച്ച് 22 എന്നൊന്നും എഴുതി വെക്കരുത്. 2ഉം 2ഉം 4. അതിൻ്റെ റൂളായിട്ട് പറയുവാണെങ്കിൽ a⁻m ദ ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ a⁻m ഇൻറ്റു n എന്ന് പറഞ്ഞാൽ a⁻mn. അതായത് ഒരു പവറിന് പവറായി വന്നാൽ ആ പവറുകൾ തമ്മിൽ ഗുണിക്കാത്രേ ഉള്ളൂ. ഇൻറ്റു ഒരു പവറിന് പവറായി വന്നു, 1ഉം 2ഉം കൂടെ ഗുണിക്കുമ്പോൾ 2, 5ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒരു പവറിന് പവറായി വന്നു, 2ഉം 1ഉം കൂടെ ഗുണിക്കുമ്പോൾ 2, 5ന്റെ സ്ക്വയർ ഇൻറ്റു 1 1 ഗുണിക്കുമ്പോൾ 1 1 ഗുണിക്കുമ്പോൾ 1, 5^1. ഇനി ഞാൻ ഈ ചോദ്യം വളരെ സിമ്പിളാണ്. ഇത് 2ഉം കൂടെ വെട്ടിക്കളയാം. കാര്യം മേളിലും താഴെയും ഒരു 5ന്റെ സ്ക്വയർ ഉണ്ട്, നമുക്ക് വേണേൽ വെട്ടിക്കളയാം. ഞാൻ തൽക്കാലം ഇത് വെട്ടിക്കളയാതെ ഇതിൻ്റെ പ്രോപ്പർ റൂൾ വെച്ച് ഞാനൊന്ന് പറയാം. വെട്ടിക്കളഞ്ഞാൽ മതി, എന്നാലും പ്രോപ്പർ റൂൾ വെച്ച് ഞാനൊന്ന് പറയാം. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. 5^4 ഇൻറ്റു
5/2. ഇതെന്ന് പറഞ്ഞാൽ 5/6. അങ്ങനെ പറയാൻ കാര്യം ബേസ് സെയിമായ സംഖ്യകൾ ഗുണിക്കാനായിട്ട് ബേസ് അത് തന്നെ എഴുതിയിട്ട് പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. നിങ്ങൾ നോക്കൂ, ഇവിടെ ബേസ് 5, ഇവിടെ ബേസ് 5 താഴെ 5, ഇവിടെയും 5. മക്കളെ, ബേസ് സെയിമായ സംഖ്യകൾ ഗുണിക്കാൻ ഈ ബേസ് 5 അതുപോലെ എഴുതിയിട്ട് മേളത്തെ പവറുകൾ തമ്മിൽ കൂട്ടി വെച്ചു. 4 × 2 6. ഇത് റൂളായിട്ട് പറഞ്ഞാൽ a/m ഇൻറ്റു a/n എന്ന് പറയുന്നത് ബേസ് എ രണ്ടിടത്തും ഗുണിക്കാൻ a/m + n. ഓക്കെ, ഇനി ഇവിടെ നോക്കി, ഇവിടെ രണ്ടിടത്തും ബേസ് 5. ബേസ് സെയിമായ സംഖ്യകൾ ഗുണിക്കാൻ ബേസ് അത് തന്നെ എഴുതിയിട്ട് പവറുകൾ തമ്മിൽ കൂട്ടുക. 2 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 3. ഓക്കെ, ഇനി നമുക്കിത് പല രീതിയിൽ ചെയ്യാം. ചില ആളുകളെ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ മേളിൽ 5 6 പ്രാവശ്യമുണ്ട്, താഴെ 5 3 പ്രാവശ്യമുള്ളൂ. കാര്യം 5/6 എന്ന് പറഞ്ഞാൽ 5 6 പ്രാവശ്യം ഉണ്ടെന്ന്. 5 5 5 5 5. 5/3 എന്ന് പറഞ്ഞാൽ 5 3 പ്രാവശ്യം ഉണ്ടെന്ന്. അപ്പം മേളിൽ നിന്നും താഴെ നിന്നും 5 3 പ്രാവശ്യം വെട്ടിക്കളഞ്ഞാൽ മേളിൽ ഒരു 5 3 പ്രാവശ്യം 5³ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇനി അതല്ല, ഇതെന്ന് പറഞ്ഞാൽ മക്കളെ a/m ഡിവൈഡഡ് ബൈ a/n ഫോമിലാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ബേസ് സെയിമായ സംഖ്യകൾ ഇവിടെ ഹരിക്കുവാണ്. ആലോചിച്ച് നോക്ക്, ഹരിക്കുവാണ്. അപ്പൊ ബേസ് സെയിം, ഇവിടെ രണ്ടിടത്തും ബേസ് സെയിമാ. ബേസ് സെയിമായ സംഖ്യകൾ ഹരിക്കാൻ ബേസ് അത് തന്നെ എഴുതിയിട്ട് പവറുകൾ തമ്മിൽ കുറച്ചാൽ മതി. 6 - 3. 6 × 3 = 3. അപ്പം നമുക്ക് പറയാം 5^3. ഇതൊരു റൂളായിട്ട് പറഞ്ഞാൽ a/m ഡിവൈഡഡ് ബൈ a/n. ബേസ് സെയിമായ സംഖ്യകൾ ഹരിക്കാൻ ബേസ് അത് തന്നെ എഴുതുക, അത് തന്നെ എഴുതുക, എന്നിട്ട് പവറുകൾ തമ്മിൽ കുറച്ചു m - n. ഇവിടെ ബേസ് രണ്ടിടത്തും 5, ആ ബേസ് അത് തന്നെ എഴുതി, എന്നിട്ട് ആ പവറുകൾ 6 - 3 3. അപ്പോൾ ഒന്നുകിൽ 5^3 ഉത്തരമായി വരിക. 5^3 ഓപ്ഷൻ്റെ അകത്തിൽ ഇല്ലെങ്കിൽ 5^3 സമാനമായ ഒരു സാധനം. 5^3 നമുക്ക് എല്ലാവർക്കും അറിയാം 125. ഒന്നുകിൽ 5^3 അല്ലെങ്കിൽ 125. ഇത് രണ്ടും ഓപ്ഷൻ്റെ അകത്തിലില്ല. ഓപ്ഷൻ തെറ്റാണ്. പക്ഷേ ഈ ചോദ്യം വന്ന ചോദ്യം തന്നെയാണ്. അന്നും ഇതേ ഓപ്ഷൻ തന്നെയായിരുന്നു. ചോദ്യം ക്യാൻസൽ ആക്കിയതാണ്. എന്നാലും നിങ്ങൾക്ക് എങ്ങനെയാ ചെയ്യുക എന്ന് കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്. അപ്പം ഞാൻ ഒരു വട്ടം കൂടെ ഇതിൻ്റെ റൂളുകളെല്ലാം ഒന്ന് പറയാം. 5ന്റെ സ്ക്വയർ ചെയ്ത ഹോൾ സ്ക്വയർ, പവറുകൾ തമ്മിൽ ഗുണിച്ച് 5/4. 5/1 ഹോൾ റേസ് ടു 2. 1 2 കൂടെ ഗുണിച്ചു 5/2. ഇത് 2 കൂടെ ഗുണിച്ചു, 2 1 കൂടെ ഗുണിച്ചാൽ 2. 5ന്റെ സ്ക്വയർ ഇൻറ്റു 5/1 × 1. 1 × 1 1 തന്നെ 5/1. റൂളായിട്ട് പറഞ്ഞാൽ a/m ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് a/mn ആണ്. m × n പവറുകൾ തമ്മിൽ. ഇനി നമുക്കറിയാം ഇവിടെ രണ്ടിടത്തും ബേസ് സെയിം, ബേസ് 5. ബേസ് സെയിമായ സംഖ്യകൾ ഗുണിക്കാൻ പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. 4 × 2 പവർ, 4 × 2 കൂടെ കൂട്ടി 6 ബൈ. ഇവിടെ രണ്ടിടത്തും ബേസ് സെയിമാ. ബേസ് സെയിമായ സംഖ്യകൾ ഗുണിക്കാൻ ബേസായ 5 അതുപോലെ എഴുതി പവറുകൾ തമ്മിൽ കൂട്ടി 2 1 3. അപ്പൊ 5/6 ഡിവൈഡഡ് ബൈ 5/3. ഇതിന്റെ റൂളായിട്ട് പറഞ്ഞാൽ a/m ഇൻറ്റു a/n എന്ന് പറയുന്നത് a/m + n ആണ്. ഓക്കെ ആണ്. ഇനി ഇവിടെയും ബേസ് 5, ഇവിടെയും 5. ബേസ് സെയിമായ സംഖ്യകൾ ഹരിക്കാൻ ബേസ് അത് തന്നെ എഴുതിയിട്ട് പവറുകൾ തമ്മിൽ കുറയ്ക്കണം. റൂളായിട്ട് പറഞ്ഞാൽ a/m ഡിവൈഡഡ് ബൈ a/n എന്ന് പറയുന്നത് a/m - n ആണ്. അപ്പോൾ 5/6, അപ്പോൾ ഇവിടെ രണ്ടിടത്തും ബേസ് 5, 5 പവർ 6 ആയതുകൊണ്ട് 6 - 3 5^3 എന്ന് വന്നു. ഒന്നുകിൽ 5^3 അല്ലെങ്കിൽ 5^3 സമാനമായ 125. ഓക്കെ ആണ്. ഇനി ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുമോ എൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ നാളെ മറ്റന്നാളൊക്കെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ
ഈ ജസ്റ്റ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം വേണ്ട എക്സ്പോണൻസിൻ്റെ റൂളുകളെല്ലാം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം ഇത്രയും പരത്തി പറഞ്ഞത്. ഈ ചോദ്യം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട കാര്യം ഇത് 5⁴ ഇൻറ്റു ഇത് 5⁻², ഇത് 5⁻², ഇത് 5⁻1. ചിന്തിക്കുന്നവനറിയാം മേളിൽ നിന്നും താഴെ നിന്നും 5ന്റെ സ്ക്വയർ വെട്ടിപ്പോവും. ഇനി ബാക്കി 5⁻4 5⁻1. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി ചിന്തിക്കുന്നവനറിയാം മേളിൽ 5 4 പ്രാവശ്യവും താഴെ 5 1 പ്രാവശ്യമേ ഉള്ളൂ. അപ്പൊ താഴെ നിന്നും മേളിൽ നിന്നും 5 1 പ്രാവശ്യം ക്യാൻസൽ ചെയ്താൽ മേളിൽ 5 3 പ്രാവശ്യം 5ന്റെ ക്യൂബ്. ഒന്നുകിൽ 5ന്റെ ക്യൂബ് അല്ലെ 125. ഇതിലേതേലും ആയിരിക്കും ഉത്തരവെന്ന് ഉറപ്പാണ്. അത് ഓപ്ഷനിലില്ല, അതുകൊണ്ടില്ല. ഓക്കെ, പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് പറഞ്ഞത് ആ റൂളുകളെല്ലാം നിങ്ങളൊന്ന് എസ്പെഷ്യലി ആ 3 റൂളുകൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക എന്നാണ്. കൃത്യംഗം സാധാരണ നമ്മുടെ സിലബസിലില്ല. പക്ഷേ ഈ 10th പ്രിലിംസ് എഴുതുന്നവർ നിർബന്ധമായും അടുത്ത പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ജസ്റ്റ് കൃത്യംഗത്തിൻ്റെ എൻ്റെ ഫസ്റ്റ് ക്ലാസ് എങ്കിലും ഒന്ന് നോക്കിയിട്ട് പോയാൽ പ്രയോജനപ്പെടും. കൃത്യംഗത്തിൻ്റെ ഒരുപാട് നോക്കിയില്ലെങ്കിലും ഫസ്റ്റ് ക്ലാസ് എക്സ്പോണൻസ് പാർട്ട് 1 ട്രിക് ആണെന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. ഓക്കെ ആണ് എന്ന് കരുതുന്നു. അടുത്ത ചോദ്യം 2:32 3:-- അതായത് 2നെ മക്കളെ 32 എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് 3നെ നമുക്ക് എങ്ങനെ എഴുതാം എന്നതാണ് ചോദ്യം. സമാന ബന്ധവുമായി ബന്ധപ്പെട്ട ചോദ്യം. പെട്ടെന്ന് സമാന ബന്ധം എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവും. ആ ബന്ധം നോക്കിയിട്ട് ഇവർ തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടുപിടിക്കണം. പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലർ ചിന്തിക്കും ഇവിടെ 2 × 16 32 കൊള്ളാം, 3 × 16 48 പോയി, വിടില്ല. അപ്പൊ എന്ത് ചെയ്യാം? പിന്നെ ഈ ഓപ്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്താൽ അപ്പോൾ ആ രീതിയിലല്ലാന്ന് മനസ്സിലാവും. ഓപ്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും 81 ആയാലും 3ന്റെ പവറാണ്, 243 ആയാലും 3ന്റെ പവറാണ്, 27 ആയാലും 3ന്റെ പവറാണ്, 9 ആയാലും 3ന്റെ ക്യൂബാണ്, 9 ആയാലും 3ന്റെ സ്ക്വയറാണ്. അപ്പോൾ 32നെ നമുക്ക് എങ്ങനെ 2മായി ഒരു ബന്ധം ഉണ്ടാക്കാം? 2 × 2 4, ഇൻറ്റു 2 8, ഇൻറ്റു 2 16, ഇൻറ്റു 2 32. അപ്പൊ 2നെ 5 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് 32 ആവുക. അപ്പൊ 2⁵5 ആണ് 32. ആലോചിച്ച് നോക്ക്. 2 × 2 4, ഇൻറ്റു 2 8, ഇൻറ്റു 2 16, ഇൻറ്റു 2 32. 2 5 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് 32. അപ്പൊ 2 എങ്ങനെ 32 ആയി എന്ന് ചോദിച്ചാൽ 2⁵5 എഴുതി. അപ്പൊ ഇവിടെ 3 ആണെങ്കിൽ മക്കളെ അടുത്തത് വരാൻ പോകുന്നത് 3⁵5 ആണ്. 3⁵5 നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. 3 × 3 9, × 3 27, × 3 81, × 3 243. 243 ആണ് നമ്മുടെ ഉത്തരമായി വരിക. 243 ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഇവിടെ 2, അടുത്തത് 2⁵5. അപ്പൊ ഇവിടെ 3, അടുത്തത് 3⁵5. 3⁵5 243 ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. 2 9 28 65 എന്ന ശ്രേണിയിലെ അടുത്ത പദം എത്ര എന്നതാണ് ചോദ്യം. സീരീസ് കംപ്ലീഷന്റെ പ്രോബ്ലമാണ്. ആദ്യം 2 എഴുതി, പിന്നെ 9 എഴുതി, പിന്നെ 28 എഴുതി, പിന്നെ 65 എഴുതി, ഡാഷ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, അത്യാവശ്യം ചെറിയ പൊതുവ്യത്യാസത്തിലാണ് പോകുന്നതെങ്കിൽ ഇത് ഒരേ പൊതുവ്യത്യാസം അല്ലെ ഒരേ പാറ്റേണിലുള്ള പൊതുവ്യത്യാസം കൂടിയോ കുറഞ്ഞോ ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 3 കഴിഞ്ഞ് 5 ആണ്, 5 കഴിഞ്ഞിട്ട് 8 ആണ്, അതുപോലെ തന്നെ 8 കഴിഞ്ഞ് 12 ആണ്. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഖ്യകൾ പോകുമ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരു പൊതു ഗ്യാപ്പ് അനുസരിച്ചായിരിക്കും, ഒരു പൊതു വ്യത്യാസം അനുസരിച്ചായിരിക്കും പോകുന്നത്. ഇനി വലിയ വലിയ സംഖ്യകളിലേക്കാണ് ഇത് പോകുന്നതെങ്കിൽ ഒന്നുകിൽ സ്ക്വയറുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും, അല്ലെ ക്യൂബുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ ഗുണനവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്ക്, 2 9 28 65 കണ്ടോ? 2 കഴിഞ്ഞ് 9 ആണ്, 9 കഴിഞ്ഞ് 28 28 കഴിഞ്ഞ് പിന്നെ അത് പോയത് 65ലേക്കാണ്. അതെ, അത് അത്യാവശ്യം വലിയ വലിയ സംഖ്യകളിലേക്ക് പോവുക. ഈ അത്യാവശ്യം വലിയ വലിയ സംഖ്യകളിലേക്ക് പോകുമ്പോഴേ നിങ്ങൾ ഉറപ്പിച്ചോണം സ്ക്വയറിൻ്റെ പ്രോബ്ലം, ക്യൂബിൻ്റെ പ്രോബ്ലം, അല്ലെങ്കിൽ ഗുണനത്തിൻ്റെ പ്രോബ്ലം, ഗുണിച്ച് ഗുണിച്ച് പോകുന്ന പ്രോബ്ലം ഇതായിരിക്കും മിക്കവാറും. ഇനി ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ സ്ക്വയറോ ക്യൂബോ ഉണ്ടോ എന്ന് തപ്പുക.
9 സ്ക്വയർ ആണെന്ന് നമുക്കറിയാം, പക്ഷെ ബാക്കി ഒന്നും സ്ക്വയർ അല്ല. പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ സംഖ്യകൾക്ക് അടുത്ത് എപ്പോഴും ഒരു ക്യൂബ് ഉണ്ട്. അതായത് 1ന്റെ ക്യൂബിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 2ആണ്. ഇനി 2ന്റെ ക്യൂബിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 9 ആണ്. 3ന്റെ ക്യൂബിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 28ആണ്. 3ന്റെ ക്യൂബ് 27. 27ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 28. 2ന്റെ ക്യൂബ് 8ആണ്. 8ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 9. അതുപോലെ 4ന്റെ ക്യൂബ് 64ആണ്. 64ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 65. നല്ലവണ്ണം നോക്കിയേ. 1ന്റെ ക്യൂബിൻ്റെ കൂടെ 1 കൂട്ടി, 2ന്റെ ക്യൂബിൻ്റെ കൂടെ 1 കൂട്ടി, 3ന്റെ ക്യൂബിൻ്റെ കൂടെ 1 കൂട്ടി, 4ന്റെ ക്യൂബിൻ്റെ കൂടെ 1 കൂട്ടി. അപ്പോൾ സ്വാഭാവികമായും അടുത്തത് വരാൻ പോകുന്നത് 5ന്റെ ക്യൂബിൻ്റെ കൂടെ 1 കൂട്ടുന്നതാണ്. 5ന്റെ ക്യൂബ് 125ആണ്. 125ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ നമ്മുടെ ഉത്തരം 126. ഓപ്ഷൻ ഡി 126. ഓക്കെ ആണ്. അടുത്തത് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി ചെയ്തതാണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വന്നിട്ടുള്ള ചോദ്യം. റൂട്ട് ഓഫ് 30 പ്ലസ് റൂട്ട് ഓഫ് 30 പ്ലസ് റൂട്ട് ഓഫ് 32 പ്ലസ് റൂട്ട് ഓഫ് 15 പ്ലസ് റൂട്ട് ഓഫ് 1ന്റെ വില എത്ര? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്വയർ റൂട്ട് വരുന്ന പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ വലത്തെ അറ്റത്തുനിന്ന് തുടങ്ങുക. ഒന്നുകിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്വയർ റൂട്ട് വരും, ഇതിൻ്റെ ഇടയിൽ പ്ലസ് ആയിരിക്കാം, മൈനസ് ആവാം, ചില റെയർ കേസുകളിൽ ഇൻറ്റുവും വരാം. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൂട്ട് വരുന്ന പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ വലത്തെ അറ്റത്തുനിന്ന് തുടങ്ങുക. റൂട്ട് 1, 1ന്റെ റൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം 1. ഇനി ഇവിടെ പ്ലസ് വന്നത് കൊണ്ട് മനസ്സിൽ നമ്മൾ 15 ഒന്നുകൂടെ കൂട്ടുക. 16. 16ന്റെ റൂട്ട് 4. മൈനസ് ആയിരുന്നേ 15 ഒന്നുകൂടെ കുറയ്ക്കുമ്പോൾ 14 വരും. 14ന് റൂട്ടില്ല. അങ്ങനെ അതിനനുസരിച്ചുള്ള ചോദ്യമേ വരുള്ളൂ. ഇവിടെ പ്ലസ് വന്നു, 15 ഒന്നുകൂടെ കൂട്ടി 16. 16ന്റെ റൂട്ട് 4. പ്ലസ് വന്നുകൊണ്ട് വീണ്ടും ഈ 32 4 കൂട്ടി 36. 36ന്റെ റൂട്ട് 6. പ്ലസ് വന്നതുകൊണ്ട് വീണ്ടും 30 6 കൂട്ടി, മൈനസ് ആയിരുന്നേ 30 6 കുറച്ച് റൂട്ട് എടുക്കും. ഇവിടെ അതില്ല. 30 6 കൂട്ടി 36. 36ന്റെ റൂട്ട് 6. പ്ലസ് വന്നുകൊണ്ട് വീണ്ടും 30 6 കൂട്ടി 36. 36ന്റെ റൂട്ട് 6. ഇനി ഇങ്ങോട്ട് പുറകോട്ട് പോകാനായിട്ടില്ല. ലാസ്റ്റ് നമുക്ക് കിട്ടിയ ഉത്തരം 6. നമ്മുടെ ഉത്തരം 6. പെട്ടെന്നൊന്ന് പിടിച്ചേ. വലത്തെ അറ്റം റൂട്ട് 1 തന്നെ. 15 ഒന്നുകൂടെ കൂട്ടി 16 റൂട്ട് 4. 32 4 കൂട്ടി 36. 36ന്റെ റൂട്ട് 6. 30 6 കൂട്ടി 36. 36ന്റെ റൂട്ട് 6. 30 6 കൂട്ടി 36. 36ന്റെ റൂട്ട് 6. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 6 ആണ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. അച്ചുവിന് 15 വയസ്സും അമ്മുവിന് 6 വയസ്സും ഉണ്ട്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ ഇവരുടെ വയസ്സുകളുടെ തുക 35 ആവും? അപ്പൊ നിങ്ങൾ നോക്കുക. അച്ചുവിൻ്റെ വയസ്സ് 15, അമ്മുവിൻ്റെ വയസ്സ് 6. 15 6 കൂട്ടുമ്പോൾ ഇപ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക 21 ആണ്. 15ഉം 6. നമ്മളോട് ചോദിച്ചേക്കുന്നു എത്ര വർഷങ്ങൾ കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക 35 ആവും എന്നതാണ് ചോദ്യം. മക്കളെ, 21 വയസ്സ് 35 വയസ്സാകണമെങ്കിൽ ഇവരുടെ വയസ്സിൻ്റെ തുകയിൽ മക്കളെ 14 കൂടണം. 21 വയസ്സ് 35 വയസ്സാകണമെങ്കിൽ ഇവരുടെ വയസ്സിൻ്റെ തുകയിൽ മക്കളെ 14 കൂടണം. എത്ര കൂടണം? 14 കൂടണം. ഓക്കെ, ഇവിടെ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. അമ്മുവുമുണ്ട്, അച്ചുവുമുണ്ട്. അപ്പോൾ ഒരു വർഷം ഇവിടെ 2 വയസ്സ് കൂടും. കാര്യം ഈ വയസ്സെന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഒരുപോലെയാണ്. ആരുടെയും വയസ്സ് കൂടാതെയോ കുറയാതെയോ ഒന്നും ഇരിക്കത്തില്ല. അപ്പോൾ ഒരു വർഷം അമ്മുവിൻ്റെ വയസ്സിൻ്റെ കൂടെയും 1 കൂടും, അച്ചുവിൻ്റെ വയസ്സിൻ്റെ കൂടെയും 1 കൂടും. ഒരു വർഷം എന്തായാലും ഓരോ വയസ്സ് വെച്ച് കൂടും. അപ്പോൾ ഓരോ വയസ്സ് വെച്ച് കൂടുമ്പോൾ ഇവിടെ 2 പേരുണ്ട്. 2 പേർക്കും ഓരോ വയസ്സ് വെച്ച് കൂടി ഒരു വർഷം 2 വയസ്സ് കൂടും. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ 2 വയസ്സ് കൂടും. അടുത്ത വർഷം കഴിയുമ്പോൾ 2 കൂടും. അങ്ങനെ 2 വെച്ച് 14 മുഴുവൻ കൂടാൻ 14/2 7 വർഷം എടുക്കും. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ, അമ്മുവിൻ്റെ വയസ്സ് 15 അച്ചുവിൻ്റെ വയസ്സ് 15, അമ്മുവിൻ്റെ വയസ്സ് 6. ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ തുക
ഈ 15 മാറൂടെ കൂട്ടി 21 എന്ന് മനസ്സിലാവും. മക്കളെ, ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ തുക 21. നമ്മളോട് ചോദിച്ചേക്കുന്നു എത്ര വർഷം കൊണ്ട് അവരുടെ വയസ്സുകളുടെ തുക 35 ആവും. 21 എന്ന് പറയുന്ന തുക 35 ആവണമെങ്കിൽ 14 വയസ്സ് മുഴുവൻ കൂടണം. 35 21 കുറച്ചാൽ മതി. അപ്പൊ 14 വയസ്സ് കൂടിയാൽ മാത്രമേ മക്കളെ 35 വയസ്സാവും. ഇവിടെ നിങ്ങൾ പറ, എത്ര പേരുണ്ട്? അമ്മൂമുണ്ട്, അച്ചുവുമുണ്ട്. അപ്പൊ ഒരു വർഷം ഇവിടെ 2 വയസ്സ് കൂടും. അടുത്ത വർഷവും 2 കൂടും. 3 പേരാണെങ്കിൽ 3 കൂടും. 4 പേരാണെങ്കിൽ 4 കൂടും. ഇവിടെ 2 പേരാണ്, ഒരു വർഷം 2 വയസ്സ് കൂടും. 2 പേർക്ക് ഓരോന്ന് വെച്ച് 2 കൂടും. അടുത്ത വർഷം 2, അടുത്ത വർഷം 2, അങ്ങനെ 2 വെച്ച് 2 വെച്ച് 2 വെച്ച് 14 കൂടാൻ 14 ഭാഗം 2 7 എന്ന് മനസ്സിലാവും. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഇനി ഞാൻ നിങ്ങളോട് കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. ഏജിന്റെ പാർട്ട് 2 ഒന്ന് കാണണം നിർബന്ധമായും. ഏജിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ, കുറെ കാലം മുമ്പ് ഇങ്ങനെ, ഇപ്പോൾ ഇങ്ങനെ, കുറെ കാലം കഴിഞ്ഞിങ്ങനെ, കുറെ കാലം മുമ്പ് ഇങ്ങനെ, കുറെ കാലം കഴിഞ്ഞിങ്ങനെ, ഇങ്ങനെ 3 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. 2 റേഷ്യോ വരുന്നത്. ഇപ്പോഴത്തെ റേഷ്യോ, കുറെ കാലം മുമ്പത്തെ റേഷ്യോ. ഇപ്പോഴത്തെ റേഷ്യോ കുറെ കാലം കഴിഞ്ഞ്, കുറെ കാലം മുമ്പത്തെ റേഷ്യോ, കുറെ കാലം ശേഷമുള്ള റേഷ്യോ. ഇങ്ങനെ 3 ടൈപ്പ് പ്രോബ്ലങ്ങളാണ് ഏജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അത് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഏജ് പാർട്ട് 2 ട്രിക്റ്റാണെന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടും. നിങ്ങൾ ഓൾറെഡി കണ്ടവരാണെ വീണ്ടും കണ്ട് മെനക്കെടരുത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിലെ സാധനം. പിന്നെ ഇന്ന് അത് മൊത്തം പറയാനിരുന്നാൽ ഇന്ന് ആ ക്ലാസ് മുഴുവൻ അതിൻ്റെ പുറകെ പോകും. അതുകൊണ്ടാണ് ഞാൻ വേറൊരു ചോദ്യം ഇട്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഒരു ഗ്രാമത്തിലെ 65% പേർക്ക് കാറുണ്ട്, 30% പേർക്ക് ബൈക്കുണ്ട്, 20% പേർക്ക് കാറും ബൈക്കും ഇല്ല. എങ്കിൽ കാറും ബൈക്കും ഉള്ളത് എത്ര ശതമാനമാണ് എന്നതാണ് ചോദ്യം. മക്കളെ, കഴിഞ്ഞ LGSന്റെ ആദ്യഘട്ട പരീക്ഷയ്ക്ക് ഇതിൻ്റെ വേറൊരു മോഡൽ ചോദ്യം ഉണ്ടായിരുന്നു. നമ്മൾ ആ ക്ലാസ്സിൽ ചെയ്തതാണ്. അതിന് വേറൊരു വെർഷൻ ശ്രദ്ധിക്കും. ഒരു ഗ്രാമത്തിലെ 65% പേർക്ക് കാറുണ്ട്. മക്കളെ, ആ ഒരു ഗ്രാമം എന്ന് പറയുന്നത് മുഴുവൻ 100% എന്നങ്ങിരിക്കട്ടെ. ഒരു ഗ്രാമം, ആ ഗ്രാമം മുഴുവൻ 100%. അതിൽ 65% പേർക്ക് എന്തുണ്ട്? കാറുണ്ട്. അപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ ഒരു ചതുരത്തിൽ നമ്മൾ വരച്ച്, ഈ ഗ്രാമം ഈ ചതുരത്തിൻ്റെ അകത്താണ്. പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് മുഴുവൻ നമുക്കറിയാം 100%. മൊത്തം ക്ലാസ്സിൽ എത്ര? 100. ശതമാനത്തിലാണെങ്കിൽ ഒരു ചോദ്യമെങ്കിൽ മുഴുവൻ എന്ന് പറയുന്നത് എപ്പോഴും 100%. ഓർത്ത് വെച്ചോണം. ഒരു ഗ്രാമം മുഴുവൻ 100%. അതിൽ 65% പേർക്ക് കാറുണ്ട്. നമ്മൾ 65% പേർക്ക് കാറുണ്ടെന്ന് എഴുതി ഒരു വട്ടം ഇട്ട്. ഈ വട്ടത്തിൻ്റെ അകത്ത് കാറുള്ളവരാ. ഇനി 30% പേർക്ക് ബൈക്കുണ്ട്. വേറൊരു വട്ടം വരച്ചിട്ട് 30% പേർക്ക് ബൈക്കുണ്ട്. ഈ വട്ടത്തിൻ്റെ അകത്തുള്ളവർ ബൈക്കുള്ളവരാ. ഇനി നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇത് രണ്ടും കൂടെ ചേർത്ത് ഞാൻ വരച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ, കുറച്ച് പേർക്ക് എന്തായാലും കാറും ബൈക്കും ഉണ്ടാവുമല്ലോ. രണ്ടും ഉള്ളവർ എന്തായാലും ഉണ്ട്, രണ്ടും ഇല്ലാത്തവരും ഉണ്ട്. രണ്ടും ഉള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ടും കൂടെ ചേർത്ത് വരച്ചത്. ഇനി 20% പേർക്ക് കാറും ഇല്ല, ബൈക്കും ഇല്ല. 20% പേര് കാറിൻ്റെ അകത്തിലും ഇല്ല, ബൈക്കിൻ്റെ അകത്തിലും ഇല്ല. അപ്പോൾ നമ്മളത് വെളിയിൽ എഴുതി 20%. ഓക്കെ. കുറച്ച് പേര് ചിന്തിക്കും, വെളിയിൽ എങ്ങനെ എഴുതുന്നത്? ഇതിന് വെളിയിൽ എഴുതണ്ടേ? അല്ല, അവർ ആ ഗ്രാമത്തിലുള്ളവരാണ്. അവർക്ക് കാറും ബൈക്കും ഇല്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ആ ഗ്രാമത്തിന് വെളിയിൽ പോയില്ല. ഒരു ഗ്രാമത്തിൽ തന്നെ ഉള്ളവരാ 20%. അവർക്ക് രണ്ടും ഇല്ല. ഇനി ഇവിടുന്ന് ആകെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, രണ്ടുമുള്ളവർ എത്ര? അവരെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. രണ്ടും ഉള്ളവരെ നമുക്കറിയില്ല. കണ്ട, രണ്ടിൻ്റെ അകത്തുള്ള അവരെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. ഇത്രയും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പറ്റുമെന്ന് കരുതുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയും. മക്കളെ, ഒരു ഗ്രാമം മുഴുവൻ 100%. 100%ത്തിൽ 65% പേർക്ക് മക്കളെ കാറുണ്ട്. ഇനി പറ, 30% പേർക്ക് മക്കളെ ബൈക്കുണ്ട്. രണ്ടും കൂടെ ചേർത്ത് വരച്ചത് കാറും ബൈക്കും ഉള്ളവർ എന്തായാലും ഉണ്ട്. ഇനി 20% പേർക്ക് രണ്ടുമില്ല, അതുകൊണ്ട് അവർ വെളിയിൽ രണ്ടുമില്ല. ഓക്കെ.
ഇനി രണ്ടും ഉള്ളവരുണ്ട്, അവരെ നമ്മൾ എന്തെന്ന് വിളിച്ചു? എക്സ്. അതാ നമുക്ക് വേണ്ടി. രണ്ടും ഉള്ളവർ എത്ര എന്നറിയില്ല, അവരെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. ഇനി എന്തോ ചെയ്യുന്നത് പറ. ശ്രദ്ധിക്കുക, കാറുള്ള 65%, ബൈക്കുള്ള 30%, രണ്ടുമില്ലാത്ത 20% കൂടെ കൂട്ടിയിട്ട് ഈ കോമണായി വരുന്ന ഈ എക്സ് കുറയ്ക്കുമ്പോൾ മക്കളെ ആകെ 100 കിട്ടണം. ഇതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇതിനകത്തിലെല്ലാം ചെയ്യാം. ഒന്നുകൂടെ, കാറുള്ള 65, ബൈക്കുള്ള 30, രണ്ടുമില്ലാത്ത 20 കൂടെ കൂട്ടിയിട്ട് ഈ രണ്ടുമുള്ള കോമണായി രണ്ടിടത്തും വരുന്ന കോമണായി വരുന്ന എക്സ് കുറയ്ക്കുമ്പോൾ മുഴുവൻ 100 കിട്ടണം. കാര്യം മുഴുവൻ 100%. ചിലരെങ്കിലും ചിന്തിക്കും, കാറുള്ള 65, ബൈക്കുള്ള 30, രണ്ടുമില്ലാത്ത 20 കൂടെ കൂട്ടുമ്പോൾ 100 കിട്ടത്തില്ലേ? ഇല്ല. എന്തുകൊണ്ടാണ് കിട്ടത്തില്ല എന്ന് പറയാൻ കാര്യം, ഇവിടെ കാറുള്ള 65 എടുത്തപ്പോഴും അതിനകത്തിൽ ബൈക്കുള്ള കുറച്ച് പേര് വരുന്നുണ്ട്, ദൈവന്മാർ. ബൈക്കുള്ള 30 എടുത്തപ്പോഴും ഈ കാറുള്ള കുറച്ച് പേര് വരുന്നുണ്ട്. ഈ രണ്ടും ഉള്ളവന്മാർ അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുമ്പിടികളാണ്. ഇവിടുന്ന് എടുത്തപ്പോഴും അവന്മാരെ എടുത്തു, ഇവിടുന്ന് എടുത്തപ്പോഴും അവന്മാരെ എടുത്തു. അവന്മാർ കോമൺ, അവിടെയുമുണ്ട് ഇവിടെയുണ്ട്. അപ്പം ഇതെടുത്തപ്പോഴും 2 പ്രാവശ്യം അവന്മാരെ എടുത്തിട്ടുണ്ട്. അവന്മാരെ നമുക്ക് 1 പ്രാവശ്യം എടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഈ കോമണായി വരുന്ന സാധനം എപ്പോഴും കുറയ്ക്കുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഈ കോമൺ ആയി വരുന്നവൻ കുറയ്ക്കണം. കാര്യം കാറുള്ള 65-ലും അവന്മാരുണ്ട്, ബൈക്കുള്ള 30-ലും അവന്മാരുണ്ട്. അവരെ 2 പ്രാവശ്യം നമുക്ക് വേണ്ട, 1 പ്രാവശ്യം മതി. അതുകൊണ്ടാണ് നമ്മൾ ഈ കോമൺ എപ്പോഴും കുറച്ചാലേ ഈ ഒരു റൂള് കറക്റ്റ് ആവൂ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയും. കാറുള്ള 65-ഉം ബൈക്കുള്ള 30-ഉം രണ്ടുമില്ലാത്ത 20 കൂടെ കൂട്ടി കോമണെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? കുറയ്ക്കണം. കോമണായ എക്സ് കുറയ്ക്കുമ്പോൾ, രണ്ടുമുള്ള എക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് മൊത്തം 100 കിട്ടണം. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടണ്ട? 65-ഉം 30-ഉം 95, 95-ഉം 20-ഉം 115, 115-ൽ നിന്ന് എക്സ് കുറച്ചാൽ 100 കിട്ടും. ഇത് വേണേ സ്റ്റെപ്പൊക്കെ എഴുതാം. ഇങ്ങനെയൊക്കെ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു, അവിടെ 100 ഉണ്ട്, ഈ 115 പോയി അപ്പുറത്ത് മൈനസ് 115 ആവും. അപ്പം മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 100-ൽ നിന്ന് 115 പോയാൽ മൈനസ് 15 ആണ്. 2 മൈനസ് പോയി, എക്സിൻ്റെ വാല്യൂ 15 എന്ന് നമുക്ക് എഴുതാം. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നിങ്ങൾ സിമ്പിൾ ലോജിക്ക് വെച്ച് ആലോചിച്ച് നോക്ക്. 115-ൽ നിന്ന് എക്സ് കുറയ്ക്കുമ്പോൾ, 115-ൽ നിന്ന് എന്തരോ കുറയ്ക്കുമ്പോൾ 100 ആവും. 115-ൽ നിന്ന് എന്ത് കുറയ്ക്കുമ്പോഴാണ് 100 ആവുന്നേ? 15 കുറയ്ക്കുമ്പോഴല്ലേ 100 ആവുന്നേ? അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 15 വന്നാലല്ലേ 100 ആവൂ. അപ്പൊ എക്സ് 100 അല്ലയോ? എക്സിന്റെ വാല്യൂ 100 ആണ്. എക്സ് ആണ് രണ്ടിടത്തും ഉള്ളവര്, രണ്ടിടത്തും കാറും ബൈക്കും ഉള്ളവര്. അത് 15 ആണ്. എക്സിന്റെ വാല്യൂ 15 അല്ലേ? അത് 15 ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ആ സ്റ്റെപ്പ് ഒന്നുകൂടെ. കാറുള്ള 65-ഉം ബൈക്കുള്ള 30-ഉം രണ്ടുമില്ലാത്ത 20 കൂടെ കൂട്ടിയിട്ട് രണ്ടുമുള്ള കോമണായി വന്ന അവരെ നമുക്ക് അറിയത്തില്ല, എക്സ് കുറയ്ക്കുമ്പോൾ 100 കിട്ടണം. 115-ൽ നിന്ന് എക്സ് കുറയ്ക്കുമ്പോൾ 100 വരണം. 115-ൽ നിന്ന് എന്ത് കുറച്ചാൽ 100 വരും? 15. അപ്പൊ എക്സിന്റെ വാല്യൂ 15. എക്സ് എന്ന് പറഞ്ഞാൽ രണ്ടുമുള്ളവർ 15. ഓപ്ഷൻ സി. അടുത്ത്, ഒരു ക്ലാസ്സിലെ 70 കുട്ടികളിൽ 40 പേർ ചായ കുടിക്കും. 45 പേർ ചായ കുടിക്കും. 20 പേർ കാപ്പി കുടിക്കും. 10 പേർ ചായയും കാപ്പിയും കുടിക്കും. എങ്കിൽ ചായയും കാപ്പിയും കുടിക്കാത്തവർ എത്ര പേർ എന്നതാണ് ചോദ്യം. മക്കളെ, ഈ ചോദ്യവും മുമ്പത്തെ ചോദ്യവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മുമ്പത്തെ ചോദ്യം ഫുള്ള് ശതമാനത്തിലാണ് പറയുന്നത്. ശതമാനത്തിൽ കണ്ടോ, 100%. അപ്പോൾ ശതമാനത്തിൽ പറയുവാണെങ്കിൽ ആകെ എന്ന് പറയുന്നത് എപ്പോഴും 100%. ഒരു ഗ്രാമം 100%, ഒരു ക്ലാസ് 100%. അല്ലെങ്കിൽ ശതമാനത്തിൽ പറയുമ്പോൾ ആകെ എന്ന് പറയുന്നത് എപ്പോഴും 100%. ശതമാനത്തിൽ അല്ലെങ്കിൽ അവരിൽ ആകെ എത്രയാണോ അത് നമുക്ക് തരും. ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര പേരുണ്ട് എന്ന് തരും. പിന്നെ സ്കൂളാണെങ്കിൽ ആ സ്കൂളിൽ എത്ര പേരുണ്ട് എന്ന് തരും. ഇനിയും ഒരു ഗ്രാമമാണെങ്കിൽ ആ ഗ്രാമത്തിൽ എത്ര പേരുണ്ട് എന്ന് തരും. ഓഫീസാണെങ്കിൽ ഓഫീസിൽ എത്ര പേരുണ്ട് എന്ന് തരും. ശതമാനത്തിലാണെങ്കിൽ അത് തരത്തില്ല. ശതമാനം എന്ന് പറഞ്ഞാൽ മുഴുവൻ 100%. അത് അണ്ടർസ്റ്റുഡ്. അപ്പം ഇവിടെ ഒരു ക്ലാസ്സിൽ 70 കുട്ടികളുണ്ട്. ഇതാണ് ആ ക്ലാസ്. ആ ക്ലാസ്സിൽ മക്കളെ 70 പേരുണ്ടേ.
ഇതിനകത്ത് മൊത്തം 70 പേരുണ്ട്. 45 പേര് ചായ കുടിക്കും. ടീ 45 പേര് കുടിക്കും. ക്ലാസ്സിൽ 70 പേര് 45 പേര് കുടിക്കും. ഇനി 20 പേര് കാപ്പി കുടിക്കും, കോഫി. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് വരച്ചതിൻ്റെ കാര്യം, ചായ കുടിക്കുന്നവരിൽ എന്തായാലും കാപ്പി കുടിക്കുന്നവരുണ്ട്, കാപ്പി കുടിക്കുന്നവരിൽ എന്തായാലും ചായ കുടിക്കുന്നവരുമുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് വരച്ച് അവരെ സൂചിപ്പിക്കാനാണ്. 10 പേര് ചായയും കാപ്പിയും കുടിക്കും. കണ്ടോ, രണ്ടും കുടിക്കും. അപ്പോൾ ഈ രണ്ടിൻ്റെ അകത്തും വരുന്നവന്മാരാണ് 10. കോമൺ അവന്മാരെ കുറയ്ക്കാനുള്ളവനോ ആലോചിച്ചോണം. ഓക്കെ, 10 പേര് രണ്ടിൻ്റെ അകത്തും വരും, ചായയും കുടിയും കാപ്പിയും കുടിയും. പിന്നെ ഇവിടുന്ന് എന്താ ഇനി ഒരേ ഒരു സാധനമേ ഉള്ളൂ ഇനി ബാക്കിയുള്ളത്. ചായയും കുടിക്കത്തില്ല, കാപ്പിയും കുടിക്കത്തില്ല. ചായയും കാപ്പിയും കുടിക്കാത്തവർ, അവരെ നമുക്ക് അറിയാത്തതുകൊണ്ട് അവരെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അവർ ഈ വട്ടത്തിൻ്റെ അകത്തൊന്നുമില്ല, കാര്യം അവർ രണ്ടും കുടിക്കത്തില്ല. പക്ഷെ അവർ ആ ക്ലാസ്സിലുള്ളവരാ. അവർ രണ്ടും കുടിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ക്ലാസ്സിൽ തന്നെ ഉണ്ട്, വട്ടത്തിലില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് എക്സ്. ഇവിടെ വരെ ഓക്കെയാണ്. ഇനിയത്തെ സ്റ്റെപ്പാണ് സ്റ്റെപ്പ്. ഇവിടെ വരെ ഒന്നുകൂടെ ക്ലാസ് മുഴുവൻ 70, 45 പേര് ചായ കുടിക്കും, 20 പേര് കാപ്പി കുടിക്കും, 10 പേര് രണ്ടും കുടിക്കും. രണ്ടും കുടിക്കാത്തവരെ നമുക്ക് അറിയത്തില്ല, അതിനോട് എക്സ്. സ്റ്റെപ്പ് പറ. ചായ കുടിക്കുന്ന 45ഉം കാപ്പി കുടിക്കുന്ന 20ഉം രണ്ടും കുടിക്കാത്ത എക്സൂടെ കൂട്ടിയിട്ട് ചായ കുടിക്കുന്ന 45ഉം കാപ്പി കുടിക്കുന്ന 20ഉം രണ്ടും കുടിക്കാത്ത എക്സൂടെ കൂട്ടിയിട്ട് എടാ മോനെ കോമൺ ആയ 10 കുറയ്ക്കുമ്പോൾ എപ്പോഴും ഈ രണ്ടിടത്തും വരുന്നവൻ കോമൺ ആണ്. ചായ കുടിക്കുന്നവരിൽ അവനുണ്ട്, കാപ്പി കുടിക്കുന്നവരിൽ അവനുണ്ട്. 2 പ്രാവശ്യം എടുക്കേണ്ട 1 പ്രാവശ്യം എടുത്താൽ മതി. അവൻ അവിടെയുണ്ട് ഇവിടെയുണ്ട്. അപ്പം കോമണെ എപ്പോഴും കുറയ്ക്കണം. കോമൺ ആയ 10 കുറയ്ക്കുമ്പോൾ നമുക്ക് ആകെ കിട്ടും. പെർസെൻറ്റേജിലായിരുന്നതിൽ ആകെ എന്ന് പറഞ്ഞാൽ 100%. ഇവിടെ എണ്ണത്തിലായതുകൊണ്ട് ആകെ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 70. ഓക്കെ, 45ഉം 20ഉം 65. 65ൽ നിന്ന് 10 പോയാൽ 55. മക്കളെ 55 പ്ലസ് എക്സ് ആണ് 70. ഇനി സ്റ്റെപ്പ് നമുക്ക് വേണേൽ വലുതാക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 70 അവിടെ ഉണ്ട്. ഈ 55 പോയി അപ്പുറത്ത് പോയി മൈനസ് 55 ആവും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 70 മൈനസ് 55 15 എന്നൊക്കെ എഴുതാം. വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ സിമ്പിൾ ലോജിക്കൽ ആലോചിച്ച് നോക്ക്. 50ൻ്റെ കൂടെ എന്തൊരോ കൂട്ടുമ്പോൾ 70 ആവും. എടാ 50ൻ്റെ കൂടെ 15 കൂട്ടിയാലേ 70 ആവുന്നത്. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് 15 വന്നാലല്ലേ ആവും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 15 ആണ്. ഓപ്ഷൻ ബി. എന്തുവാ എക്സ്? രണ്ടും കുടിക്കാത്തവൻ ഓപ്ഷൻ ബി 15 ആണ് എന്ന് മനസ്സിലാവും. ഓക്കെ, എന്നാലും ഞാൻ ഒരു വട്ടം കൂടെ ആ സെക്കൻഡ് സ്റ്റെപ്പ് ഒന്ന് പറയാം. ശ്രദ്ധിക്കാം. ചായ കുടിക്കുന്ന 45ഉം കാപ്പി കുടിക്കുന്ന 20ഉം രണ്ടും കുടിക്കാത്ത എക്സൂടെ കൂട്ടിയിട്ട് ഈ രണ്ടിടത്തും വരുന്ന കോമൺ ആയ 10 കുറയ്ക്കണം. അപ്പം നമുക്ക് ടോട്ടൽ എത്രയാണോ അത് കിട്ടും. പെർസെൻറ്റേജിൽ ആകെ എന്ന് പറഞ്ഞാൽ 100%. ഇത് പെർസെൻറ്റേജിൻ്റെ ചോദ്യമല്ല. അപ്പം അതുകൊണ്ട് ആകെ തന്നു. ആകെ എത്രയാണ്? 70 എന്ന് തന്നിട്ടുണ്ട്. 45ഉം 20ഉം 65. 65ൽ നിന്ന് 10 പോയ 55. മക്കളെ 55 പ്ലസ് എക്സ് ആണ് 70. 55ൻ്റെ കൂടെ എന്തരോ കൂട്ടുമ്പോൾ 70 ആവും. 55ൻ്റെ കൂടെ 15 കൂട്ടുമ്പോഴേ 70 ആവുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 15 ആണ്. രണ്ടും കുടിക്കാത്ത ഒരു 15 ആണ്. ഓപ്ഷൻ ബി ആണ്. അടുത്തത് 4 1/2ൻ്റെ 4 1/3 മടങ്ങ് എത്ര എന്നതാണ് ചോദ്യം. മക്കളെ ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ഇത് രണ്ടും കൂടെ അങ്ങ് ഗുണിക്കുക. ഇത് SCRT ടെക്സ്റ്റിലുള്ള ചോദ്യമാണ്. 4 1/2ൻ്റെ 4 1/3 മടങ്ങ് കാണാൻ 4 1/2ഉം 4 1/3 ഗുണിക്കുക. വേറൊരു സാധനം 3 1/4ൻ്റെ 2 1/2 മടങ്ങ് കാണാൻ 3 1/4ഉം 2 1/2 ഗുണിക്കുക. വേറൊരു സാധനം 5 1/6ൻ്റെ 3 3/4 മടങ്ങ് കാണാൻ 5 1/6ഉം 3 3/4 ഗുണിക്കുക. മടങ്ങെന്ന് പറയുമ്പോൾ എപ്പോഴും ഗുണിക്കാന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം 7ൻ്റെ 2 മടങ്ങ് 2 ഗുണം 7. 7ൻ്റെ 10 മടങ്ങ് 10 ഗുണം 7. അപ്പോൾ 4 1/2ൻ്റെ 4 1/3 മടങ്ങ് കാണാൻ 4 1/2ഉം 4 1/3 ഗുണിക്കുക. ഇനി മിക്സഡ് ഫ്രാക്ഷൻ ഗുണിക്കാനും ഹരിക്കാനും സ്ക്വയർ എടുക്കാനും ക്യൂബ് എടുക്കാനും, അതായത് മിശ്രഭിന്നം വരുന്ന ഏത് ക്വസ്റ്റിനും പ്ലസും മൈനസും ഒഴിച്ച് ബാക്കി എല്ലാം മിക്സഡ് മാറ്റിയേ നിങ്ങൾ ചെയ്യാവൂ. മിക്സഡ് ഫ്രാക്ഷൻ അല്ലാതെ ഒരു എളുപ്പവഴിയില്ല.
പ്ലസിനും മൈനസിനും എളുപ്പവഴിയുണ്ട്. അല്ലാതെ നിങ്ങൾ തന്നെ എൻ്റെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും, കൂട്ടലും കുറയ്ക്കലും സെപ്പറേറ്റ് ചെയ്തൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റും. ഈ കൂട്ടലും കുറയ്ക്കലും ഒഴിച്ച് ഗുണിക്കാൻ, ഹരിക്കാൻ, സ്ക്വയർ, ക്യൂബ്, വേറെ എന്ത് ഓപ്പറേഷൻ വന്നാലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് എന്ത് വന്നാലും ശരി, നിങ്ങൾ ഈ മിക്സഡ് ഫ്രാക്ഷൻ അങ്ങ് മാറ്റണം. ഇപ്പോൾ 4/1/2 മിക്സഡ് ഫ്രാക്ഷൻ മാറ്റ്. 4 × 2 8 8 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 9. 9/2 ഇൻറ്റു 4 3 ഗുണിക്കുമ്പോൾ 12. 12 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 13. 13/3. അപ്പം മിക്സഡ് ഫ്രാക്ഷൻ മാറ്റി. എങ്ങനെയാ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുന്നത്? ഇത് 2 ഗുണിച്ചു, ഇത് കൂട്ടി. 4 × 2 8. 8 1 9. എന്നിട്ട് ആ ഛേദം അത് തന്നെ എഴുതി. ഛേദം 2 അല്ലേ? 4 3 ഗുണിച്ച് 12, ഇത് കൂട്ടി 13. ഛേദം അത് തന്നെ 13/3. ഇനി വെട്ടാൻ വല്ലതും ഉണ്ടേ വെട്ടുക. 3 9 നമുക്ക് 3 കൊണ്ട് വെട്ടാം. വെട്ടി കളയാം. 1 3 3 3 9. ഇനി ഇല്ലല്ലോ. 13 × 3 39. ഇനി താഴെ 2 1 2 ഒന്നുകൂടെ ഗുണിക്കുമ്പോൾ 2. അപ്പം 39/2 നമ്മുടെ ഉത്തരമായി വരിക. എങ്ങനെയാ ഞാൻ എഴുതിയത്? 3 9 3 കൊണ്ട് വെട്ടി. 1 3 3 3 9. ഇനി 3 13 ഗുണിക്കുമ്പോൾ 39. 2 1 ഗുണിക്കുമ്പോൾ 2. 39/2 ഉത്തരമായി വരിക. 39/2 ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്യാം. 39/2 ഓപ്ഷനിലില്ല. അപ്പോഴേ നിങ്ങൾ ഓർക്കുക, മേളിൽ വലിയ സംഖ്യ 39 വലിയ സംഖ്യ. മേളിൽ വലിയ സംഖ്യയാണെങ്കിൽ നമുക്കവരെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. മേളിൽ വലിയ സംഖ്യയാണെങ്കിൽ ഉറപ്പിച്ചോളുക, നമുക്കവരെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. ഓക്കെ. ഇനി അല്ലേ തന്നെ നിങ്ങൾക്കറിയാം 39/2 എന്ന് പറഞ്ഞാൽ 39ന്റെ പകുതിയാണ്. 39ന്റെ പകുതി 19.5 എന്ന് മനസ്സിലാവും. ഇനി അതല്ല, അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 39/2 39നെ 2 കൊണ്ട് ഭാഗിച്ചു. 1 2 2 19 വന്നു. 9 18 ശിഷ്ട 1. അപ്പം മെയിൻ ആൻസർ മക്കളെ 19. ശിഷ്ടമായ 1 മുകളില്, ഹരിച്ച സാധനമായ 2 താഴെ. അപ്പം നമ്മുടെ ഉത്തരം 19/1/2 ആണെന്ന് മനസ്സിലാവും. ഓപ്ഷൻ സി. മെയിൻ ആൻസർ 19, ശിഷ്ടമായ 1 മുകളില്, ഹരിച്ച സാധനമായ 2 താഴെ. 19/1/2 ആണെന്ന് കിട്ടും. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. അനിൽ 40 മീറ്റർ കിഴക്ക് ദിശയിലേക്ക് നടന്ന ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്നു. പിന്നീട് ഇടതുവശത്തേക്ക് 40 മീറ്റർ നടന്നു. ഇപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഏത് ദിശയിലാണ് ഉള്ളത് എന്നതാണ് ചോദ്യം. മക്കളെ, ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഡയറക്ഷൻ സിലബസിലില്ല, എന്നാലും പരീക്ഷയ്ക്ക് കയറി വരാറുണ്ട്. ഈ കഴിഞ്ഞ LGSന്റെ ആദ്യഘട്ടത്തിലും ഇതുപോലെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾക്ക് എല്ലാവർക്കും 4 ഡയറക്ഷനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മേളിൽ വടക്കാണ്, താഴെ തെക്കാണ്, വലത്ത് കിഴക്കാണ്, ഇടത്ത് പടിഞ്ഞാറാണ്. അപ്പം നിങ്ങളോട് എപ്പോഴെങ്കിലും വടക്കോട്ട് പോകാൻ പറഞ്ഞാൽ മേളിലോട്ട് വരയ്ക്കുക, തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ താഴോട്ട് വരയ്ക്കുക, കിഴക്കോട്ട് പോകാൻ പറഞ്ഞാൽ വലത്തോട്ട് വരയ്ക്കുക, പടിഞ്ഞാറോട്ട് പോകാൻ പറഞ്ഞാൽ ഇടത്തോട്ട് വരയ്ക്കുക. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. മേളി വടക്ക്, താഴെ തെക്ക്, വലത്തോട്ട് കിഴക്ക്, ഇടത്തോട്ട് പടിഞ്ഞാറ്. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള വേറൊരു സാധനം, നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും വലതെടുക്കാൻ പറഞ്ഞാൽ ഓർത്ത് വെച്ചോളുക, ക്ലോക്ക് തിരിയുന്നത് പോലെയാണ്. ഇടതെടുക്കാൻ പറഞ്ഞാൽ ഓർത്തോളുക, ക്ലോക്ക് തിരിയുന്നതിൻ്റെ ഓപ്പോസിറ്റ്, ആൻറ്റി ക്ലോക്ക് വൈസ്. മിക്കവാറും ആളുകൾ 2 രീതിയിൽ വലതും ഇടതും എടുക്കാറുണ്ട്. ചിലർ ഞാൻ അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ എൻ്റെ വലത്തെ കൈ എവിടെ, ഇടത്തെ കൈ എവിടെ, അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ഇത് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് വലതെടുക്കാൻ പറഞ്ഞാൽ ക്ലോക്ക് തിരിയുന്നത് പോലെ, ഇടതെടുക്കാൻ പറഞ്ഞാൽ ക്ലോക്ക് തിരിയുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ ഓർക്കാം. ഇനി ഈ ചോദ്യത്തിലേക്ക് വരാം. അനിൽ 40 മീറ്റർ കിഴക്കോട്ട് നടന്നു. അനിൽ യാത്ര തുടങ്ങിയ സ്ഥലം ഇതാണ്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത് ഇച്ചിരി കട്ടിക്ക് അങ്ങ് വരച്ചോണം. ഇതാണ് അനിൽ യാത്ര തുടങ്ങിയ സ്ഥലം. അനിൽ 40 മീറ്റർ കിഴക്കോട്ട് നടന്നു. കിഴക്കോട്ട് 40 എന്ന് പറയുമ്പോൾ വലത്തെ സൈഡിലോട്ട്.
കിഴക്കോട്ട് 40. ഇനി വലത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ. വലത്തോട്ടെന്ന് പറയുമ്പോഴേ ഒരുമാതിരിപ്പെട്ടവർക്കറിയാം, എടാ നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നെങ്കിൽ എൻ്റെ വലത്തേക്ക് താഴോട്ടാണ് എന്ന് ചിന്തിക്കും. ഇനി അതല്ല, വലത്തോട്ട് എന്ന് പറയുമ്പോൾ ക്ലോക്ക് തിരിയുന്നത് പോലെ. എടാ ഇതൊരു സൂചിയാണെങ്കിൽ ഈ സൂചി നിങ്ങളൊന്ന് ആലോചിച്ചു. ക്ലോക്കിൻ്റെ സൂചി ഇതാണ്. ക്ലോക്കിൻ്റെ സൂചി ഇപ്പം 3-ലായിരിക്കുന്നത്. ക്ലോക്ക് എങ്ങനെയാണ് തിരിയുന്നത്? 4, 5, 6, 7 ഇങ്ങനെ. അപ്പം താഴോട്ട് 50. ഓക്കെ. പിന്നീട് ഇടതുവശത്തേക്ക് 40 മീറ്റർ നടന്നു. ഇടതുവശം എന്ന് പറയുമ്പോൾ ക്ലോക്ക് തിരിയുന്നതിൻ്റെ ഓപ്പോസിറ്റ്. മക്കളെ, ക്ലോക്ക് എങ്ങനെയാ തിരിയുക? ഇതിപ്പോൾ ഒരു സൂചിയാണെങ്കിൽ ഈ സൂചി ശരിക്കും പറഞ്ഞാൽ 6-ലായിരിക്കുന്നത്. ആലോചിച്ച് നോക്ക്. അപ്പോൾ ക്ലോക്ക് തിരിയുന്നതിൻ്റെ ഓപ്പോസിറ്റ്. ക്ലോക്ക് ഇങ്ങനെ തിരിയുന്നത്, ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇതിപ്പോൾ ക്ലോക്ക് ഇപ്പോൾ 6-ലായിരിക്കുന്നത്. 6, 7, 8, 9 ഇങ്ങനെ പോകും. അപ്പോൾ 5, 4 ഇങ്ങനെ പോകും. അപ്പോൾ അങ്ങോട്ട് മക്കളെ എത്രയാ പറയണോ? 40. ഓക്കെ. ഇനി നമ്മളോട് എന്തോ അയാൾ ചോദിച്ചേക്കുന്നത്, ഇപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഏത് ദിശയിലാണുള്ളത്? മക്കളെ, ഈ ചോദ്യം നിങ്ങളോട് 2 രീതിയിൽ ചോദിക്കാം. ഒന്നുകിൽ നിങ്ങളോട് ചോദിക്കാം, അയാൾ ഇപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? സിമ്പിള്. അയാൾ ഇപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി, അയാൾ ഇപ്പോൾ അങ്ങോട്ടാ പോകുന്നത്. അങ്ങോട്ടെന്ന് പറഞ്ഞാൽ കിഴക്കാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ അയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ദിശ ഏതാണ്? അയാൾ അങ്ങോട്ടാ പോകുന്നത്. അങ്ങോട്ട്, വലത്തോട്ടെന്ന് പറഞ്ഞാൽ കിഴക്ക്. അപ്പോൾ ഒന്നുകിൽ നിങ്ങളോട് ചോദിക്കുക, അയാൾ ഇപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? അയാൾ ഇപ്പോൾ അങ്ങോട്ടാ പോകുന്നത്. അങ്ങോട്ടെന്ന് പറഞ്ഞാൽ അത് കിഴക്ക. ഇങ്ങോട്ടായിരുന്നേ പടിഞ്ഞാറ്, അയാൾ താഴോട്ടായിരുന്നേ വടക്ക്, അയാൾ മേളിലോട്ടായിരുന്നേ തെക്ക്, അയാളിപ്പോൾ വലത്തോട്ടാ പോകുന്നത്. അപ്പോൾ അയാൾ പോകുന്ന കിഴക്കാണ്. പക്ഷെ ഈ ചോദ്യം അങ്ങനെയല്ല. അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഏത് ദിശയിലാണ്? അതായത് ഈ പുറപ്പെട്ട സ്ഥലമായ ഇതുമായി നോക്കുമ്പോൾ അയാൾ ഇപ്പോൾ എവിടെ? ഇതുമായി നോക്കുമ്പോൾ അയാൾ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. അയാൾ എവിടെ? അത്യാവശ്യം ചിന്തിക്കുന്നവർക്കറിയാം, പുറപ്പെട്ട സ്ഥലമായി നോക്കുമ്പോൾ താഴെയുമാണ് വലതുമാണ്, അല്ലേ? തെക്ക് കിഴക്കാണെന്ന് മനസ്സിലാവും. ഇനി അല്ല, പോട്ടെ. ഇനി അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആ പുറപ്പെട്ട സ്ഥലത്ത് നിന്നൊരു ഡയറക്ഷൻ്റെ ലൈൻ ഇച്ചിരി വലുപ്പത്തിൽ അങ്ങ് വരയ്ക്കുക. ഇത് പുറപ്പെട്ട സ്ഥലത്തിൻ്റെ വടക്ക്, ഇത് പുറപ്പെട്ട സ്ഥലത്തിൻ്റെ കിഴക്ക്, ഇത് പുറപ്പെട്ട സ്ഥലത്തിൻ്റെ പടിഞ്ഞാറ്, ഇത് പുറപ്പെട്ട സ്ഥലത്തിൻ്റെ തെക്ക്. ഇനി പുറപ്പെട്ട സ്ഥലവുമായി നോക്കുമ്പോൾ അയാൾ നിൽക്കുന്നത് തെക്കിൻ്റെയും കിഴക്കിൻ്റെയും ഇടയിലാണ്. തെക്കിൻ്റെയും കിഴക്കിൻ്റെയും ഇടയിലെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഓപ്ഷൻ ഡി, തെക്ക് കിഴക്ക് പക്കാ ക്ലിയർ ആണ്. മുമ്പോട്ട് പോകാം. അപ്പൊ 2 രീതിയിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. നിങ്ങളോട് ചോദിക്കാം, ഇടേ അയാൾ ഇപ്പോൾ ഏത് ദിശയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ നിങ്ങളോടിപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിങ്ങൾ ഇറങ്ങിപ്പോയിട്ട് കുറേ ദൂരം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ഒരാൾ ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ എങ്ങോട്ടാ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഞാനിപ്പോൾ അങ്ങോട്ടാ പോകുന്നത്. അങ്ങോട്ട്, വലത്തോട്ട്. ഞാനിപ്പോൾ കിഴക്കോട്ടാ പോകുന്നത്. ഓക്കെ. ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ലാസ്റ്റിൽ ഏതാണോ അത്. ഇവിടെ അയാൾ എന്താ പറയുന്നത്? അയാൾ അങ്ങോട്ട് പോവാം. അയാൾ ഇപ്പോൾ ഏത് ദിശയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? അയാൾ ഏത് ദിശയിൽ സഞ്ചരിക്കുന്നു? അയാൾ ഇപ്പോൾ വലത്തോട്ട് സഞ്ചരിക്കുന്നു. അയാൾ കിഴക്ക്. അപ്പൊ ഏത് ദിശയിലാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അയാൾ ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ അയാൾ എങ്ങോട്ടാണോ പോകുന്നത് അത്. ഇനി നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും ചോദിക്കുകയാണ്, അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഏത് ദിശ? ഇതാണ് അയാൾ പുറപ്പെട്ട സ്ഥലം. ഇത് അയാൾ പുറപ്പെട്ട സ്ഥലത്തിൻ്റെ വടക്ക്, ഇത് അയാൾ പുറപ്പെട്ട സ്ഥലത്തിൻ്റെ കിഴക്ക്, ഇത് അയാൾ പുറപ്പെട്ട സ്ഥലത്തിൻ്റെ പടിഞ്ഞാറ്, ഇത് അയാൾ പുറപ്പെട്ട സ്ഥലത്തിൻ്റെ തെക്ക്. പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഏത് ദിശയിലാണെന്ന് ചോദിച്ചാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്, പുറപ്പെട്ട സ്ഥലം ഏതാണോ അവിടെ ഒരു വലിയ ഡയറക്ഷൻ്റെ ലൈൻ അങ്ങ് വരയ്ക്കുക. ആ വലിയ ഡയറക്ഷൻ്റെ വര വെച്ച് നോക്കുമ്പോൾ അയാൾ ഇപ്പോൾ നിൽക്കുന്നത് തെക്കിനും കിഴക്കിനും ഇടയില്ല. വിച്ച് മീൻസ് തെക്ക് കിഴക്കാണ്. ഓപ്ഷൻ ഡി. ഇതുപോലെ ഡയറക്ഷൻ്റെ ഒരു ചോദ്യം കൂടെ ചെയ്യാം. ഒരാൾ കിഴക്കോട്ട് 2 കിലോമീറ്റർ നടന്ന ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ നടന്നു. അപ്പം അയാൾ യാത്ര തുടങ്ങിയ സ്ഥലം ഇതാണ് എന്നിരിക്കട്ടെ. അയാൾ കിഴക്കോട്ട് 2 കിലോമീറ്റർ നടന്നു. കിഴക്കോട്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം വലത്തോട്ട് 2 കിലോമീറ്റർ. വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ.
വലതെന്ന് പറയുമ്പോഴേ ഓർത്തോണം ക്ലോക്ക് തിരിയുന്നത് പോലെ. ക്ലോക്ക് ഇതിപ്പോൾ 3-ലിരിക്കുന്ന സൂചിയാണ്. ക്ലോക്ക് എങ്ങനെയാണ് തിരിയുന്നത്? 4, 5, 6 താഴോട്ട് ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ താഴോട്ട് മക്കളെ 1 കിലോമീറ്റർ നടന്നു. ഇനി ഇടത്തോട്ട് തിരിഞ്ഞ് വീണ്ടും 1 കിലോമീറ്റർ നടന്നു. ഇടതെന്ന് പറയുമ്പോഴേ ഓർത്തോണം ക്ലോക്ക് തിരിയുന്നതിൻ്റെ ഓപ്പോസിറ്റ്. ഇതിൽ 6-ലിരിക്കുന്ന സൂചിയ. ക്ലോക്കാണ് ഇങ്ങനെ 7, 8, 9 എന്ന് പറയും. ഇതോ ഇടതല്ലേ, എൻ്റെ ഓപ്പോസിറ്റ് 5, 4 ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ ഇങ്ങോട്ട് എത്ര കിലോമീറ്റർ നടന്നെന്നാ പറയുന്നത്? 1 കിലോമീറ്റർ. ഇനി എന്തോ പറയുന്നത്? വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ നടന്നു. ഇടതെന്ന് പറയുമ്പോഴേ ഓർത്തോളാം ക്ലോക്ക് തിരിയുന്നതിൻ്റെ ഓപ്പോസിറ്റ്. മോനെ ഇതിപ്പോൾ ഒരു സൂചിയാണെന്നിരിക്കട്ടെ. ഇത് 3-ലിരിക്കുന്ന സൂചിയാണ്. ക്ലോക്ക് എങ്ങനെയാണ് തിരിയുന്നത്? 4, 5, 6, 7, 8, 9. അപ്പോൾ ക്ലോക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ 2, 1 ഇങ്ങനെ 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 ഇങ്ങനെ. അപ്പോൾ എത്രയാ പറ? 1 കിലോമീറ്റർ. ഓക്കെ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ താഴോട്ട് 1 വന്നു. അപ്പം മേളിലോട്ട് 1 പോയാൽ ഏകദേശം ഈ ലൈൻ്റെയൊക്കെ നേരെ വരും. ഇനി ചിലർ വരച്ചു പോകുമ്പോൾ താഴോട്ട് വരച്ച 1-ഉം മേളിലോട്ട് 1 പോകുമ്പോൾ ഇവിടൊക്കെ വരും. അത്യാവശ്യം ഒരു വകതിരിവോടെ വേണം വരയ്ക്കാനായിട്ട്. താഴോട്ട് 1 പോയി, അപ്പം മേളിലോട്ട് 1 പോകുമ്പോൾ രണ്ടും ഒരേ ലൈനിൽ തന്നെ വരും. ഇയാളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇനി നമ്മളോട് ഇവിടെ എന്തോ ചോദിച്ചേക്കുന്നത്? അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ്? ഇത് അയാൾ യാത്ര തുടങ്ങിയ സ്ഥലം, ഇത് അയാൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം. ഈ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ഈ അകലം എത്ര? നമുക്കറിയാം ഇവിടെ വരെ 2, പിന്നെ ഇതും കൂടെ വേണം. ഇതൊന്നാണ്, ഇതും എത്ര തന്നെയാ? 1. അപ്പൊ ഈ 2ഉം ഈ 1കൂടെ ചേർത്ത് അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് മക്കളെ 3 കിലോമീറ്റർ അകലെയാണ് എന്ന് നമുക്ക് നിസ്സംശയം നമുക്ക് പറയാം. ഓക്കെയാണ്. ഒന്നുകൂടെ, ഒരാൾ യാത്ര തുടങ്ങിയ സ്ഥലം കിഴക്കോട്ട് വലത്തോട്ട് 2 കിലോമീറ്റർ. പിന്നെ എന്ത് ചെയ്തു? വലത് തിരിഞ്ഞ് 1 കിലോമീറ്റർ. ക്ലോക്ക് തിരിയുന്ന പോലെ ഇങ്ങനെ താഴോട്ട് 1 കിലോമീറ്റർ. വീണ്ടും ഇടത്തോട്ട്, ഇടമെന്ന് പറയുമ്പോൾ ക്ലോക്ക് തിരിയുന്നതിൻ്റെ ഓപ്പോസിറ്റ്. ക്ലോക്ക് ഇങ്ങനെ, അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ 1 കിലോമീറ്റർ. വീണ്ടും ഇടത്തോട്ട്, ക്ലോക്ക് തിരിയുന്നതിൻ്റെ ഓപ്പോസിറ്റ്. ക്ലോക്ക് ഇങ്ങനെ, അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ 1 കിലോമീറ്റർ. അപ്പം നമുക്കറിയാം ഇവന് ഇതാണ് യാത്ര തുടങ്ങിയ സ്ഥലം. ഇവൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് എത്ര ദൂരം? ഇവിടെ വരെ 2. ഇതൊന്നാണ്, ഇത് 1. ഈ 2ഉം ഈ 1കൂടെ ചേർത്ത് മൊത്തം 3 കിലോമീറ്റർ. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഉണ്ണിയുടെ റാങ്ക് മുന്നിൽ നിന്ന് 5ഉം ഉമയുടെ റാങ്ക് പിന്നിൽ നിന്ന് 18ഉമായാൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഈ സാധനം ഞാൻ വരച്ചു കാണിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 40 പേരുണ്ട് ഒരു ക്ലാസ്സിൽ. അതിൽ ഉണ്ണിയുടെ റാങ്ക് മുന്നിൽ നിന്ന് 5. അപ്പം മുന്നിൽ നിന്ന് നോക്കുമ്പോൾ 4 പേര് കഴിഞ്ഞ് 5ാമത്തെ ആളാണ് ഉണ്ണി. ഇനി ഇതേ നിരയിൽ പിന്നിൽ നിന്ന് 18ാമത്തെ ആളാണ് ഉമ. ഉമയുടെ റാങ്ക് പിന്നിൽ നിന്ന് 18. പിന്നിൽ നിന്ന് നോക്കുമ്പോൾ 17 പേര് കഴിഞ്ഞ് 18ാമത്തെ ആള് ഉമ. ഓക്കെ. ഇനി ഇവർക്കിടയിൽ എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ സ്വാഭാവികമായും ചിലർ ചിന്തിക്കുന്ന ഒരു സാധനം, സർ ഉണ്ണിയും ഉമയും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകത്തില്ലേ? പോകത്തില്ല. കാര്യം ഈ ചോദ്യത്തിൽ പോകത്തില്ല, പോകുന്ന ചോദ്യങ്ങളും ഉണ്ട്. കാര്യം ഇവിടെ 40 പേരുണ്ട്. ഇവിടെ ഉണ്ണി ആയപ്പോൾ തന്നെ 4 1 5 പേരെ ആയിട്ടുള്ളൂ. ഉമ ആയപ്പോൾ തന്നെ 17 1 18 ആയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും അത്യാവശ്യം ആളുകളുണ്ട്, ക്രോസ് ചെയ്ത് പോകാനായിട്ടായിട്ടില്ല. നമ്മളോട് ചോദിച്ചേക്കുന്നു ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? നിങ്ങൾക്കറിയാം മൊത്തം 40 പേര്. അതിൽ ആദ്യം 4, പിന്നെ ഉണ്ണി 1 5, ഉണ്ണി വരെ 5ആയി. പിന്നെ ഒരു 17, ഉമ 1 18. ഇപ്പം ഇവിടെ വരെ 5 പേരാണ്, ഇവിടെ വരെ 18 പേരാണ്. അപ്പം തന്നെ 23 പേരെ ആയിട്ടുള്ളൂ. 5ഉം 18ഉം. ഇനി ബാക്കിയുള്ളവർ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഈ ഉണ്ണിക്കും ഉമയ്ക്കും ഇടയിലല്ലേ? ആലോചിച്ച് നോക്ക്. കാര്യം ഉണ്ണിയുടെ മേളിലായിട്ട് വരുവാണെങ്കിൽ ഉണ്ണിയുടെ സ്ഥാനം 5 എന്നുള്ളത് 6 ആയി മാറും. ഉമയുടെ താഴെയായിട്ട് വരുവാണെങ്കിൽ ഉമയുടെ സ്ഥാനം 18 എന്നുള്ളത് 19 20 ഒക്കെ ആവും. ഉമയുടെ സ്ഥാനവും ഉണ്ണിയുടെ സ്ഥാനവും ഫിക്സ് ആണ്. ഉണ്ണി വരെ
നമുക്കറിയാം 4ഉം ഉണ്ണി 1 5 5 പേരുണ്ട്. ഉമ വരെ 17, ഉമ 1 18 പേരുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഉണ്ണി വരെ 5 പേര്, ഉമ വരെ 18 പേര്. അപ്പോൾ 18ഉം 5ഉം 23 പേര് ഉണ്ണിക്ക് മുമ്പിലും ഉമയ്ക്ക് ശേഷവും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഈ ഉണ്ണിക്കും ഉമ്മയിലും ഇടയിൽ വരുന്ന ആളുകളാണ്. മൊത്തം 40 പേര്. 23 കഴിഞ്ഞ് ബാക്കി 17 പേര് ഉണ്ണിക്കും ഉമയ്ക്കും ഇടയിൽ നിൽക്കുന്ന ആളുകളാണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഇങ്ങനെയാണ് ഈ സാധനം വരച്ച് ചെയ്യുന്നത്. ഇനി ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യാനായിട്ട് ഞാനൊരു ചെറിയ ടെക്നിക്ക് പറയാം. എത്തരത്തിലുള്ള ചോദ്യം? ഈ ചോദ്യം കണ്ടോ, ടോട്ടൽ എത്ര പേരുണ്ട് എന്ന് നമ്മളോട് പറയും. എന്നിട്ട് അവിടുന്ന് ഒരാളുടെ സ്ഥാനം തരും, ഇവിടുന്ന് ഒരാളുടെ സ്ഥാനം തരും. ഇവർക്കിടയിൽ എത്ര പേരുണ്ട് എന്ന് ചോദിക്കും. ആലോചിച്ച് നോക്ക്. ഉണ്ണി മുന്നിൽ നിന്ന്, ഉമ പിന്നിൽ നിന്ന്, ചിലപ്പോൾ ഉണ്ണി ഇടത് നിന്ന്, ഉമ വലത് നിന്ന്. അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഓരോരുത്തരുടെ സ്ഥാനം തരും. ഇവർക്കിടയിൽ എത്ര പേരുണ്ട് എന്ന് ചോദിക്കും. അപ്പം ഇത് കാണാനായിട്ട് നിങ്ങൾ വരയ്ക്കുകയും ചെയ്യേണ്ട, ഒരു കുന്തവും ചെയ്യേണ്ട. എന്തുവാന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഈ ടോട്ടൽ അങ്ങ് എഴുതി വട്ടം ഇടുക. ആകെ എഴുതി വട്ടം ഇടുക. ആകെ 40 പേര്. വട്ടം ഇട്ടു, 40 പേരുണ്ട്. ഇനി ഉണ്ണി മുന്നിൽ നിന്ന് 5ഉം ഉമ പിന്നിൽ നിന്ന് 18ഉം. ഉണ്ണി 5, ഉമ 18. നിങ്ങൾ ഈ 2 സ്ഥാനം കൂടെ കൂട്ടി വെക്കുക. തന്നിരിക്കുന്ന 2 സ്ഥാനം കൂടെ കൂട്ടുക. 5ഉം 18ഉം 23. ആകെ 40 എഴുതി വട്ടം ഇട്ടു. അവിടുന്ന് ഇവിടുന്നുള്ള 2 സ്ഥാനം 2 പേരുടെ ഉണ്ട്, അതുകൂടെ കൂട്ടി വട്ടം ഇട്ടു. 23. ഇനി ഇവരുടെ വ്യത്യാസം എടുക്കുക. വ്യത്യാസം എത്ര? 17. 40 23. വ്യത്യാസം 17. പരിപാടി കഴിഞ്ഞു. നമ്മുടെ ഉത്തരം 17. ഓപ്ഷൻ സി. സിമ്പിൾ സാധനം. ഒന്നുകൂടെ പറയുന്നു. ആകെ എത്ര പേരുണ്ടോ അതെഴുതി വട്ടം ഇടുക. ആകെ 40 പേര് വട്ടം ഇട്ടു. ഇനി ഇരു സൈഡിൽ നിന്നും 2 സ്ഥാനമുണ്ട്, അതുകൂടെ കൂട്ടി വെക്കുക. 18ഉം 5ഉം കൂട്ടുമ്പോൾ 23 വട്ടം ഇട്ടു. ഇവരുടെ വ്യത്യാസം എടുക്കുക. ഇവരുടെ വ്യത്യാസം 17. പരിപാടി കഴിഞ്ഞു. ഒന്നുകൂടെ ആകെ എത്രയുണ്ടോ അതെഴുതി വട്ടം ഇട്ടു. 40. ഇനി ഇരു സൈഡിൽ നിന്നും 2 സ്ഥാനമുണ്ട്. ഉണ്ണിയുടെ 5ഉം ഉമയുടെ 18ഉം. ഇത് രണ്ടും കൂടെ കൂട്ടി വട്ടമിടുക. 23. ഇവരുടെ വ്യത്യാസം എടുക്കുക. 17. കഴിഞ്ഞു. ഓപ്ഷൻ സി. അടുത്ത് 25 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അമൃത മുന്നിൽ നിന്ന് 8ാമത്തെ ആളും പ്രിയ പുറകിൽ നിന്ന് 6ാമത്തെ ആളുമാണ്. എങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട്? കണ്ടോ? അതായത് ടോട്ടൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 25. മുന്നിൽ നിന്ന് അമൃതയുടെ സ്ഥാനമുണ്ട്, പിന്നിൽ നിന്ന് പ്രിയയുടെ സ്ഥാനവുമുണ്ട്. അവർക്കിടയിൽ, അതായത് അവിടുന്ന് ഒരാളുടെ സ്ഥാനം, ഇവിടുന്ന് ഒരാളുടെ സ്ഥാനം, അവർക്കിടയിൽ എത്ര പേരുണ്ട്? നമ്മൾ ആദ്യം ടോട്ടൽ എഴുതി വട്ടം ഇട്ടു. ടോട്ടൽ 25 വട്ടം ഇട്ടു. ഇനി അമൃത 8ാമതും പ്രിയ 6ാമതും. അമൃത മുന്നിൽ നിന്ന് 8, പ്രിയ പുറകിൽ നിന്ന് 6. ഈ 2 സ്ഥാനോടെ കൂട്ടുക. 6 8 14 വട്ടം ഇട്ടു. ടോട്ടൽ 25. 2 സ്ഥാനോടെ കൂട്ടി 14 വട്ടം ഇട്ടു. ഇവരുടെ വ്യത്യാസം എടുക്കുക. ഇവരുടെ വ്യത്യാസം 11. വട്ടം ഇടണ്ട. അതാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി 11. ഞാൻ ഒരു ചോദ്യം കൂടെ പറയാം. 100 ആളുകളുള്ള ഒരു നിരയിൽ എക്സ് ഇടത് നിന്ന് 20ാമതും വൈ വലത് നിന്ന് 50ാമതുമാണ്. അവർക്കിടയിൽ എത്ര പേരുണ്ട്? 100 ആളുകളുള്ള ഒരു നിര. എക്സിന്റെ ഇടതു നിന്നുള്ള സ്ഥാനമുണ്ട്, വൈയുടെ വലതും, അവിടുന്ന് ഇവിടുന്നുള്ള സ്ഥാനമുണ്ട്. അവർക്കിടയിൽ എത്ര പേര്? മക്കളെ ടോട്ടൽ എത്രയാണോ അത് എഴുതി വട്ടം ഇട്ടു. ടോട്ടൽ 100 എഴുതി വട്ടം ഇട്ടു. ഓക്കെ ആണ്. ഇനി ഇടതുനിന്നും വലതുനിന്നുള്ള സ്ഥാനം എഴുതുക. ഒരുത്തൻ 20, മറ്റവൻ 50. അത് എഴുതി വട്ടം. 20 50 കൂട്ടി 70 വട്ടം ഇട്ടു. ഇനി ഇവരുടെ വ്യത്യാസം എടുക്കുക. വ്യത്യാസം 30. നമ്മുടെ ഉത്തരം 30 സെറ്റ്. ഓക്കെ. ഇനി ഇതിൻ്റെ അകത്തിൽ ചെറിയ ഒരു വ്യത്യാസം ഉള്ള ചോദ്യങ്ങളുമുണ്ട്. അതും കൂടെ നമുക്കൊന്ന് പഠിക്കണം. ചെറിയൊരു ട്വിസ്റ്റും ഉണ്ട് ഈ ചോദ്യത്തിൻ്റെ അകത്തിൽ. 16 ആളുകളുള്ള ഒരു വരിയിൽ എ ഇടത് നിന്ന് 9ാമതും ബി വലത് നിന്ന് 11ാമതുമാണ്. അവർക്കിടയിൽ എത്ര ആളുകളുണ്ട്? അപ്പോൾ നമുക്ക് മനസ്സിലായി ടോട്ടൽ 16 ആളുകളുണ്ട്.
ഇടത് നിന്ന് എയുടെ സ്ഥാനമുണ്ട്, വലത് നിന്ന് ബിയുടെ സ്ഥാനമുണ്ട്. അവർക്കിടയിൽ എത്ര പേരുണ്ട്? അവിടുന്ന് ഇവിടെ നിന്നുള്ള സ്ഥാനം തന്നു രണ്ടുപേരുടെ എത്ര പേരുണ്ടെന്ന് കാണും. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ എഴുതി വട്ടം ഇട്ടു 16. ഇനി ഇടത് നിന്ന് എ 9, വലത് നിന്ന് ബി 11. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 9ഉം 11, 9ഉം 11 കൂടെ കൂട്ടുമ്പോൾ നമുക്കറിയാം 20. ഓക്കെ, ഇവരുടെ വ്യത്യാസം എടുത്തു 4. 4 മിക്കവാറും ഓപ്ഷൻ്റെ ആദ്യം കാണും. ടിക്ക് ചെയ്യരുത്, വന്ന ചോദ്യമാണ്. ഇതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. നമുക്ക് ഈ കൂട്ടിക്കിട്ടിയ സാധനം ആകെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ, ഒന്നുകൂടെ പറയുന്നു, ഇവിടെ ആകെ എണ്ണം എത്ര? 16. ഈ രണ്ട് സാധനം കൂടെ കൂട്ടുമ്പോൾ 20. ഈ കൂട്ടിക്കിട്ടിയ സാധനം ആകെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ, 20 എണ്ണത്തേക്കാൾ കൂടുതലല്ലേ, ആകെ ഉള്ളതിനേക്കാൾ കൂടുതലല്ലേ, അങ്ങനെ കൂടുതലാണെങ്കിൽ മാത്രം ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ ഒരു 2 കൂടെ കുറയ്ക്കും. 4ൽ നിന്ന് 2 പോയിട്ട് 2. ഞാൻ വീണ്ടും പറയുന്നു, കൂടുതലാണെങ്കിൽ മാത്രമേ ചെയ്യാവൂ. വ്യത്യാസം 4 വന്നു. പിന്നെ നമ്മൾ ഓവറോൾ ക്വസ്റ്റ്യനിലൊന്ന് നോക്കി, ടോട്ടൽ 16, മറ്റേത് 20. ടോട്ടലിനേക്കാൾ കൂടുതലാണ് ഈ കൂട്ടി കിട്ടിയ സാധനം. അങ്ങനെയാണെ മാത്രം ഒരു 2 കൂടെ കുറയ്ക്കുക. 4ൽ നിന്ന് 2 പോയി, നമ്മുടെ ഉത്തരം 2. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, മുമ്പേ എന്താ 2 കുറയ്ക്കാഞ്ഞ്? എൻ്റെ കാര്യം ടോട്ടൽ 40, മറ്റേടത്ത് 23. ടോട്ടലിനേക്കാൾ കൂടുതലല്ല, അപ്പോൾ 2 കുറയ്ക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് ചെയ്ത് ടോട്ടൽ 25, മറ്റേത് 14. ടോട്ടലിനേക്കാൾ കൂടുതലല്ല, അപ്പോൾ 2 കുറയ്ക്കേണ്ട കാര്യമില്ല. അടുത്ത കണ്ടോ, 100, 70. ടോട്ടൽ 100, 100നേക്കാൾ കൂടുതലല്ല, അപ്പോൾ 2 കുറയ്ക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ 16ഉം 20ഉം ടോട്ടലിനേക്കാൾ കൂടുതലാണ് 20. ആകെ 16 ഉള്ളൂ, അതിനേക്കാൾ കൂടുതലാണ് നമുക്ക് കൂട്ടി കിട്ടിയത്. അതുകൊണ്ട് മാത്രം ഒരു 2 കൂടെ കുറയ്ക്കുക. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ 2 കൂടെ കുറയ്ക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഇടയിൽ ഈ ചോദ്യത്തിൽ ക്രോസ് ഓവർ ചെയ്തു എന്ന് പറഞ്ഞാൽ ആകെ 16 പേരേ ഉള്ളൂ. അതിലെ ഇടത് നിന്ന് 9, ഇടത് നിന്ന് 8 പേര് കഴിഞ്ഞ് 9ാമത്തെ ആള് എ ഉണ്ട്. ബി വലത് നിന്ന് 11. ഇവിടെ ആകെ 16 പേരേ ഉള്ളൂ. അപ്പോൾ വലത് നിന്ന് 16 പേര് വരുമ്പോൾ 11ാമത്തെ ആളെന്ന് പറയുമ്പോൾ എ കഴിഞ്ഞു വേണം ഈ സാധനം പോകാൻ. കാര്യം എ 9ാമതായി, എ കഴിഞ്ഞിട്ട് ഇനി ഓൾറെഡി എത്ര, ഈ പറയുന്ന പോലെ 16 ആളുകളേ ഉള്ളൂ, ബാക്കി 7 ആളുകളേ ഉള്ളൂ. അപ്പോൾ ബി വലത് നിന്ന് 11 എന്നൊക്കെ പറയുമ്പോൾ 7 പേര് കഴിഞ്ഞ് 8ാമത് എ കഴിഞ്ഞ്, പിന്നെ ഈ പറയുന്ന പോലെ 2 പേര് കഴിഞ്ഞ് 11ാമത്തെ ആളായിട്ട് ബി വരും. ഇങ്ങനെയൊക്കെയാണ് ഈ സാധനം വരുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നതുകൊണ്ടാണ് അവരുടെ 2 സ്ഥാനം എന്ത് ചെയ്യുന്നത്, കുറയ്ക്കുന്നതിൻ്റെ പിന്നിലുള്ള ലോജിക്ക്. മനസ്സിലായോ? വരച്ച് ചെയ്യുമ്പോൾ ഇതെന്തായാലും ഓവർടേക്ക് ചെയ്ത് പോകും. അങ്ങനെ ഓവർടേക്ക് ചെയ്ത് വരുന്നത് കൊണ്ടാണ് എപ്പോഴും ഈ സാധനം ടോട്ടലിനേക്കാൾ കൂടുതൽ വരുന്നത്. മക്കളെ, ഓവർടേക്ക് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനിൽ മാത്രമേ അവൻ അവനെയും കടന്നു പോകുന്ന ക്വസ്റ്റ്യനിൽ മാത്രമേ ഇങ്ങനെ ടോട്ടലിനേക്കാൾ കൂടുതൽ സംഭവിക്കൂ. അങ്ങനെ ടോട്ടലിനേക്കാൾ കൂടുതൽ സംഭവിക്കുന്ന ക്വസ്റ്റ്യനിൽ മാത്രം അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു 2 കൂടെ കുറയ്ക്കുക. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിൽ 45 കുട്ടികളെ വരിയായി നിർത്തിയപ്പോൾ അനു ഇടത് നിന്ന് 22ാമതും വിനു വലത് നിന്ന് 25ാമതുമാണ്. ഇവരുടെ ഇടയിലുള്ള കുട്ടികളുടെ എണ്ണം എത്ര? മക്കളെ, ടോട്ടല് 45 എഴുതി വട്ടം ഇട്ടു. അനുവിൻ്റെ ഇടത് നിന്നുള്ള സ്ഥാനം 22, വിനുവിൻ്റെ വലതു നിന്നുള്ള സ്ഥാനം 25. ഇവർക്കിടയിലെ ആളുകളെ കാണണം. നമ്മൾ ഈ 2 സ്ഥാനം കൂടെ കൂട്ടുക. 25ഉം 22ഉം കൂടെ കൂട്ടുമ്പോൾ 47. 25ഉം 22ഉം കൂടെ കൂട്ടുമ്പോൾ 47. 45ഉം 47ഉം തമ്മിലുള്ള വ്യത്യാസം മക്കളെ 2 ഓപ്ഷൻ്റെ അകത്തിൽ ഉണ്ടാവും. ടിക്ക് ചെയ്യരുത്. വന്ന ചോദ്യം ടിക്ക് ചെയ്യരുത്. ഇനി നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം. ടിക്ക് ചെയ്യുന്നതിന് മുമ്പ് ടോട്ടലിനേക്കാൾ കൂടുതലാണോ? ടോട്ടൽ 45ആണ്, മറ്റേത് 47 കൂടുതലാണ്. അങ്ങനെ കൂടുതലാണെങ്കിൽ മാത്രം ആണ് ഒരു 2 കൂടെ കുറയ്ക്കുക. 2ൽ നിന്ന് 2 പോയാൽ 0. അപ്പൊ ഇവർക്കിടയിൽ എത്ര ആളുകളുണ്ടെന്ന് ചോദിച്ചാൽ 0. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെയൊക്കെ ചോദ്യം വരുമോ? 0 വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനുവും വിനുവും അടുത്തടുത്താണ്, അവർക്കിടയിൽ ആളുകളില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അവർക്കിടയിൽ ആളുകളില്ല, അതുകൊണ്ട് അതിൻ്റെ ഉത്തരം 0. ഇവിടെ ടോട്ടലിനേക്കാൾ കൂടുതൽ കിട്ടി.
ടോട്ടലിനേക്കാൾ കൂടുതൽ കിട്ടിയതുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക, ഒരു 2 കൂടെ കുറയ്ക്കുക. ഓക്കെ ആണ്. അപ്പോൾ ഈ 2 ചോദ്യം കൂടെ ഞാൻ ഒരുമിച്ച് ഒന്നുകൂടെ ഒന്ന് പറയാം. 20 ആളുകളുള്ള ഒരു വരിയിൽ എക്സ് മുകളിൽ നിന്ന് 11ാമതാണ്, വൈ താഴെ നിന്ന് 16ാമതാണ്. ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? നമ്മൾ ടോട്ടൽ എഴുതി 20 വട്ടമിട്ടു. മുകളിൽ നിന്ന് എക്സിന്റെ സ്ഥാനം 11, താഴെ നിന്ന് വൈയുടെ സ്ഥാനം 16. ഇത് 2 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 27 കിട്ടും. വട്ടമിട്ടു. ഇവരുടെ വ്യത്യാസം 7. ഇനി ടിക്ക് ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ഒന്ന് നോക്കണം, ടോട്ടലിനേക്കാൾ കൂടുതലാണോ അത്? ടോട്ടൽ 20 ഉള്ളൂ, മറ്റോ 2 കൂടെ കൂട്ടിയപ്പോൾ 27 ഉണ്ട്. ആലോചിച്ച് നോക്ക്. ടോട്ടലിനേക്കാൾ കൂടുതലായതുകൊണ്ട് മാത്രം ഒരു 2 കൂടെ കുറയ്ക്കുക, 5 കിട്ടും. ഇനി വേറൊന്നും കൂടെ പറയാം. 50 ആളുകളുള്ള ഒരു നിരയിൽ എക്സ് ഇടത് നിന്ന് 15ാമതാണ്, വൈ വലത് നിന്ന് 20ാമതാണ്. അവർക്കിടയിൽ എത്ര പേരുണ്ട്? നമുക്കറിയാം ടോട്ടൽ 50. വട്ടമിട്ടു. അവിടുന്നും ഇവിടുന്നുമുള്ള എക്സിന്റെയും വൈയുടെ സ്ഥാനമുണ്ട്. എക്സ് ഇടത് നിന്ന് 15ാമത്, വൈ വലത് നിന്ന് 20ാമത്. അപ്പോൾ 15ഉം 20 കൂടെ കൂട്ടി 35. ഇവരുടെ വ്യത്യാസം എടുത്തു 15. 15ൽ ടിക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒന്നും കൂടെ നോക്കണം, ടോട്ടലിനേക്കാൾ കൂടുതലാണോ? ടോട്ടൽ ആകെ 50 പേരുണ്ട്. നമുക്ക് ഈ കിട്ടിയത് 35. ടോട്ടലിനേക്കാൾ കൂടുതലല്ല. അല്ലെങ്കിൽ അത് നമ്മുടെ ഉത്തരം 15. ടോട്ടലിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രം ഒരു 2 കൂടെ കുറയ്ക്കുക. ഇവിടെ ടോട്ടലിനേക്കാൾ കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ 2 കൂടെ കുറച്ച്. ഇവിടെ ടോട്ടലിനേക്കാൾ കൂടുതലല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകുന്നില്ല എന്നർത്ഥം. ഇപ്പൊ 2 കുറയ്ക്കണ്ട. സോ നമ്മുടെ ഉത്തരം 15. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. ഇനി ഈ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തും എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു ക്ലാസ്സിൽ വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജെറിൻ.